ഭഗവാനെ ഭക്തിയോടെ ഭജിക്കാം. പ്രേമപൂർവമുള്ള ഭഗവത് ഭജനം, നിഷ്കാമ്യമായ ഭക്തി, അങ്ങനെയുള്ള ഭക്തി കൊണ്ട് ചിത്തം ശുദ്ധമായി ഭഗവത് തത്വജ്ഞാനം ഉണ്ടാവും. ഇത് ഭാഗവതത്തിലും ഭഗവത്ഗീതയിലുമൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഭാഗവതം ആരംഭിക്കുമ്പോഴേ ചിത്തശുദ്ധിയുള്ള ആൾക്ക് ഭഗവത് തത്വജ്ഞാനം ഉണ്ടാവുന്നു എന്ന് സൂത മഹാമുനി പറഞ്ഞു. അതേപോലെ ഗീതയിലും ഭഗവാൻ ഭക്ത്യാ മാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശതേ തദനന്തരം. ഭക്തി കൊണ്ട് ചിത്തശുദ്ധി ഉണ്ടായി, ഭക്തി കൊണ്ട് ഭഗവാനെ ആദ്യമൊക്കെ കാമ്യമായിട്ട് ഭജിക്കും. അത് ലോകസാധാരണമാണ്. അത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ സ്വീകരിച്ചിരിക്കുന്നു. ആർത്തോ ജിജ്ഞാസുഹു അർത്ഥാർത്ഥി ജ്ഞാനീച ഭരതർഷഭ. ഭക്തി ആരംഭിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടാനായിട്ടോ അല്ലെങ്കിൽ ലൗകിക ജീവിതത്തിൽ എന്തെങ്കിലും വിഷമം വരുമ്പോൾ അത് മാറിക്കിട്ടാനായിട്ടോ ആദ്യം ലോകത്തിലുള്ളവരെയൊക്കെ സമീപിക്കും. അവിടെയൊക്കെ പരാജയപ്പെടുമ്പോൾ ഭഗവാനെ സമീപിക്കും. അതൊരു വഴിയാണ്, അതിനെ നിഷേധിച്ചിട്ടില്ല. അങ്ങനെയൊക്കെയാണ് ഈ ജീവൻ, നമ്മളൊക്കെ അങ്ങനെ വന്നവരാണ്. അപ്പോ അങ്ങനെ ഭഗവത് ഭക്തി ചെയ്ത് ഭഗവാനോട് ജീവൻ പ്രാർത്ഥിച്ച് ക്രമേണ കാരണമില്ലാത്ത ഒരു പ്രേമം, അതായത് ഒന്നും നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല, ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല, കാരണമില്ലാത്ത ഒരു പ്രിയം ഏർപ്പെടുന്നു. അതൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ള ഒരു അനുഭവം. അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു, അവിജ്ഞാത സഖ എന്ന് പറഞ്ഞു. ഭഗവാന്റെ സഖാവാണ്. ആ സഖാവിനെ കൂട്ടുപിടിക്കുന്നു. അതാണ് വിജയസഖേ രഥിരസ്തുമേ അനവദ്യ എന്ന് പറഞ്ഞു. വിജയസഖ. അർജുനൻ ഭഗവാനെ സഖാവായിട്ട് കൂട്ടുപിടിച്ചു. അതുപോലെ ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ട്. ഭഗവാൻ നമ്മളുടെ കൂടെ നടക്കണമെങ്കിൽ എന്താ വഴി? ഭാഗവതത്തിൽ ഭഗവാൻ തന്നെ പറയുന്നു ഉദ്ധവരോട്, നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശിനം അനുവ്രജാമി അഹം നിത്യം പൂയേയേതി അംഘ്രിരേണുഭിഹി. യാതൊന്നും ആഗ്രഹിക്കാതെ പരമപ്രശാന്തമായ ഹൃദയത്തോടുകൂടെ സമദർശിനം, ജഗത്തിലെല്ലായിടത്തും ഭഗവാനെ കണ്ടുകൊണ്ട് സ്വതന്ത്രനായി സഞ്ചരിക്കുന്ന മുനിയുടെ പുറകെ ഞാൻ നടക്കണു എന്നാണ് ഭഗവാൻ പറയണത്. അയാളുടെ കൂടെ ഞാനുണ്ടാവും. എന്തിനാ ഇപ്പൊ ഭഗവാനെ അയാളുടെ പുറകെ നടക്കണമെന്ന് വെച്ചാൽ, അയാൾ ചവിട്ടുന്ന ഭൂമിയിൽ ആ മണ്ണ് തൊട്ടുവെച്ച് എൻ്റെ ശരീരം ഒന്ന് ശുദ്ധമാക്കാൻ എന്നാണ്. ഭഗവാൻ അല്പം ഒന്ന് പരിശുദ്ധി വേണം അത്രേ. യാതൊരാഗ്രഹമില്ലാത്ത ഭക്തൻ, ഭഗവാൻ പറയണത് എന്നേക്കാളും മേലെയാണ്. അങ്ങനെയുള്ള ഭക്തനെ ഞാൻ സദാ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. അവര് ഭഗവാനെ പിടിച്ചു കഴിഞ്ഞു. പക്ഷെ അതിനു മുമ്പൊരു അവസ്ഥയുണ്ട്. അത് വളരെ ഉയർന്ന അവസ്ഥയാണ്. യാതൊരാഗ്രഹവുമില്ല, യാതൊരു കാമനയും ഇല്ലാത്ത സ്ഥിതി. അതിനു മുമ്പുള്ള ഒരു സ്ഥിതിയാണ്. നമുക്ക് അനേക ദൗർബല്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും ഭഗവാനെ കൂട്ടുപിടിക്കുന്നു. ഭഗവാനെ കൂട്ടുകാരനായി സദാ കൂടെ വെച്ചുകൊണ്ടിരിക്കണം. അതാണ് അർജുനൻ ചെയ്തത്. അതാണ് അർജുനന്റെ ഭക്തി. ഹൃദയശുദ്ധി വന്നിട്ടുണ്ട്. ഭഗവാനെ വിടാതെ പിടിച്ചിരിക്കുന്നു. എന്ത് വിഷമമുണ്ടെങ്കിലും ഭഗവാനെ സമീപിക്കും. മറ്റുള്ളവരെ അല്ല, ഭഗവാനെ സമീപിക്കും. അപ്പൊ അത്തരത്തിൽ ഒരു ഘട്ടത്തില് ഭഗവാൻ ഈ ജീവന് സദാ
തുണയായിട്ട് കൂടെ ഉണ്ട്, വഴികാട്ടിയായിട്ട് കൂടെ ഉണ്ട്. വേണ്ടാത്ത സമയത്തൊന്നും ഉപദേശിക്കില്ല. വേണം എന്ന് തോന്നുമ്പോൾ ഏത് സമയത്തിലാണോ ഉപദേശം വേണ്ടത് അപ്പോൾ ഉപദേശിക്കും. എല്ലാവരും നമ്മളൊക്കെ അർജുനന്മാരാണോ? നമ്മളുടെ കൂടെ കൃഷ്ണനും ഉണ്ട്. ഈ ശരീരമാവുന്ന തേരില് ഹൃദയസ്ഥാനത്തിലുണ്ട്. അദ്ദേഹം പറയണത് കേൾക്കണം. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അതുകൊണ്ടാണ് അദ്ദേഹം വർത്തമാനം പറയാത്തത്. ആദ്യത്തെ അധ്യായത്തിൽ അർജുനൻ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരുന്നു, അതുകൊണ്ട് കൃഷ്ണൻ വർത്തമാനം പറഞ്ഞില്ല. രണ്ടാമത്തെ അധ്യായത്തിൽ കുറച്ചൊന്ന് നിർത്തിയപ്പോൾ ഭഗവാൻ വർത്തമാനം പറഞ്ഞു. ഇപ്പൊ നമ്മളുടെ മനസ്സ് സദാ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കൊണ്ട് ഉള്ളിലുള്ള ഹൃദയസ്ഥാനത്തിലുള്ള ആ പാർത്ഥസാരഥി വർത്തമാനം പറയണത് കേൾക്കാൻ വയ്യ. ഒരാളൊരു ഡെഫിനിഷൻ കൊടുത്തു വളരെ മനോഹരമായിട്ട്. പ്രയർ ആൻഡ് മെഡിറ്റേഷൻ എന്താ വ്യത്യാസം എന്നാണ്. വളരെ മനോഹരം. അദ്ദേഹം പറഞ്ഞു, വെൻ യു സ്പീക്ക് and he listens, it is prayer. When he speaks and you listen, it is meditation. നമ്മൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ പ്രാർത്ഥനയുടെ ഘട്ടത്തിൽ എന്താ, ഭഗവാനോട് നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വർത്തമാനം പറഞ്ഞു തുടങ്ങും. അദ്ദേഹം വർത്തമാനം പറഞ്ഞു തുടങ്ങുമ്പോൾ അതാണ് ഭഗവത്ഗീത. അതാണ് ഗീത. ഹൃദയത്തിൽ ഓരോരുത്തരും ഈ ഗീതയെ കേൾക്കണം. അവരവരുടെ ഹൃദയത്തിൽ പുസ്തകം പഠിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അവസാനം ഉള്ളിൽ നിന്ന് ഗീത കേൾക്കണം, ഭഗവത്ഗീത കേൾക്കണം. ഇന്നലെ നമ്മൾ കണ്ടു, പോർക്കളത്തില് രഥം കൊണ്ടുവന്ന് നിർത്തി. അർജുനൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ധർമ്മമൊക്കെ ഉപദേശിച്ചു. ഭഗവാൻ അല്പം ഒരു ജ്ഞാനം അർജുനൻ കൊടുത്തു. അർജുനന്റെ വകയായിട്ട് ധർമ്മോപദേശം കൃഷ്ണന്. ഈ യുദ്ധം ചെയ്താൽ പാപം വരും, ആ പാപത്തിൽ നിന്ന് അധർമ്മം ഉണ്ടാവും, അധർമ്മം ഉണ്ടായാൽ സ്ത്രീകളൊക്കെ നശിക്കും, കുലം നശിക്കും. ഇത്തരം അഹോപത മഹത്പാപം കർത്തും വ്യവസിതാവയം യദ്രാജ്യസുഖലോപേന ഹന്തും സ്വജനമുദ്യതാഹ. സ്വജനങ്ങളെ കൊല്ലാനായിട്ട് നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്, മഹാപാപം എന്നൊക്കെ പറഞ്ഞു. പല കാര്യങ്ങളും ഭഗവാനോട് പറഞ്ഞ് അവസാനം ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് വിസർജ്യ സശരം ചാപം ശോക സംവിഘ്ന മാനസഹ. ശോകം, ഇതാണ് കർമ്മവീരനാണ് അർജുനൻ. വളരെ ഇൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആൾ, ലോകത്തിൽ എന്തും നേടിയെടുക്കാൻ കഴിവുള്ള ആൾ. അങ്ങനെയുള്ള ആൾക്ക് തത്വജ്ഞാനമില്ലെങ്കിൽ അവസാനം ഇതുപോലെ കർമ്മങ്ങളൊക്കെ നിർത്തിവെച്ച് ശോകത്തിൽ ആണ്ട് ഇരിക്കേണ്ടി വരും. സകല അനർത്ഥങ്ങളും അയാളുടെ ഉള്ളിലുണ്ടാവും. ആചാര്യസ്വാമികൾ ഒരിടത്ത് ഭാഷ്യത്തിൽ പറയുന്നു, അപ്രാപ്ത അശേഷ പുരുഷാർത്ഥ പ്രാപ്ത അശേഷ അനർത്ഥ. പുരുഷാർത്ഥമൊന്നും ഉണ്ടായില്ല, സകല അനർത്ഥങ്ങളും ഉണ്ടാവുകയും ചെയ്തു എന്നാണ്. ശോകം വരുമ്പോൾ അജ്ഞാനം കൊണ്ട് ശോകം കൊണ്ട് ബുദ്ധി അങ്ങോട്ട് മറച്ചു പോകും. തൃപ്തിയില്ല, ശാന്തിയില്ല, പൂർണ്ണതയില്ല. പക്ഷെ ഇവിടെ അർജുനന് കൂട്ടായിട്ട് ഭഗവാനുണ്ട്. ഭഗവാന്റെ മുമ്പിലാണ് ഈ വ്യാധി തലപുറത്തേക്കിട്ടത്. ഇത്രയും പറഞ്ഞ് ഞാൻ ഇനി യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞു വില്ലും അമ്പും ഒക്കെ വെച്ച് രഥത്തട്ടിൽ അങ്ങോട്ട് ഇരുന്നു കഴിഞ്ഞപ്പോ സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയാണ്, തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദന. സഞ്ജയന്റെ വാക്ക്. പ്രധാന ശ്ലോകങ്ങളൊക്കെ ഞാൻ ചൊല്ലിത്തരാം, അത് തിരിച്ചു ചൊല്ലാം. ഈ ഇൻട്രഡക്ഷനിലുള്ള ഈ ശ്ലോകങ്ങളൊക്കെ കടന്നു പോവാം നമുക്ക്. തം തഥാ കൃപയാവിഷ്ടം. അർജുനനിൽ കൃപ ആവേശിച്ചു. തൻ്റെ ജനങ്ങളെയൊക്കെ ആളുകളെയൊക്കെ കണ്ടപ്പോൾ, തനിക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ കണ്ടപ്പോൾ അർജുനനിൽ അസ്ഥാനത്തിൽ ഒരു കൃപയുണ്ടായി. അശ്രുപൂർണ ആകുലേക്ഷണം. പെണ്ണുങ്ങളെ പോലെ കണ്ണ് കരഞ്ഞുകൊണ്ടിരിക്കുക പുരുഷകേസരിയായ അർജുനൻ. അശ്രുപൂർണ ആകുലക്ഷണം വിഷീദന്തം.
വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതം വാക്യമുവാച മധുസൂദന. മധുസൂദനനായ ഭഗവാൻ ഈ വാക്യം പറഞ്ഞു. മധുസൂദനൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മധു, കൈടവന്മാരില് മധു എന്ന അസുരനെ കൊന്നവൻ മധുസൂദനൻ അല്ലേ? അപ്പൊ മക്കൾക്ക് മധുസൂദനൻ എന്ന് പേര് വെച്ചിട്ട് മധു മധു എന്ന് വിളിക്കാൻ പാടുവോ? അർത്ഥം വിപരീതമായിട്ട് പോകും. മധുസൂദനൻ എന്ന് പേര് വെച്ചിട്ട് മധു മധു എന്ന് വിളിച്ചാൽ ചിലപ്പോ അവർക്ക് മധുവിന്റെ സ്വഭാവമാണെങ്കിൽ വേണ്ടില്ല. അപ്പോ ഇതം വാക്യം ഉവാച മധുസൂദന. മധുസൂദനൻ ഇങ്ങനെ പറഞ്ഞു എന്നാണ്. ഇതിൽ ഇവിടെ ഒന്നും ശങ്കരാചാര്യ സ്വാമികൾ ഭാഷ്യം എഴുതിയില്ല, ഇതിനൊന്നും കമന്ററി ഇല്ല. ഇനി വരാൻ പോകുന്ന അശോച്യാനന്വശോചസ്ത്വം എന്നുള്ള ശ്ലോകത്തിന് മുതലാണ് ഭാഷ്യം. അർജുനൻ കരഞ്ഞ് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് വിഷമേ സമുപസ്ഥിതം. ഈ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട. മനസ്സിന് രണ്ട് സ്വഭാവമാണുള്ളത്. യോഗികൾ അതിനെ നിർവചിച്ചിരിക്കുന്നത് വിഷമസ്ഥിതിയും സമസ്ഥിതിയും. മനസ്സിന് രണ്ട് സ്വഭാവം, ഒന്ന് വിഷമസ്ഥിതി, ഒന്ന് സമസ്ഥിതി. വിഷമസ്ഥിതി എന്ന് വെച്ചാലോ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥിതി. വിഷമസ്ഥിതി തന്നെ രണ്ടായിട്ട് പിരിയും. എന്താണെന്ന് വെച്ചാൽ സദാ ചപലമായിട്ട് വിചാരം ചെയ്തുകൊണ്ടേയിരിക്കുന്നത് വിഷമം. ആ വിചാരങ്ങളിലേക്ക് പോവുക അല്ലേ? നമ്മളുടെ മനസ്സ് വേണമെന്ന് വെച്ചാലും വേണ്ടാന്ന് വെച്ചാലും ഉള്ളിലിങ്ങനെ ചിത്തവൃത്തികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, വിചാരങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇതിനാണ് വിഷമസ്ഥിതി എന്ന് പറയുന്നത്. അത് വിഷമമാണല്ലോ, നമ്മൾക്ക് പിടിച്ചു നിർത്താൻ ഒരു മെക്കാനിസം ഇല്ല അല്ലേ? വേണമെങ്കിലും വേണ്ടെങ്കിലും വർത്തമാനം പറയണു മനസ്സ് അല്ലേ? ഇപ്പോ പ്രഭാഷണം ഇവിടെ ഗീത കേൾക്കാനിരിക്കണു, കേട്ടാ പോരെ? ഒരു കാൽ ഭാഗം മനസ്സ് കേൾക്കും, ഒരു കാൽ ഭാഗം മനസ്സ് വീട്ടില്, ഒരു കാൽ ഭാഗം മനസ്സ് വേറെ എവിടെയോ രാഷ്ട്രീയത്തിലോ ഇലക്ഷനിലോ, ഒരു കാൽ ഭാഗം മനസ്സ് വേറെ വല്ല സ്ഥലത്ത്. നാലായിട്ട് പിരിച്ച് നാല് വശത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഇതാണ് വിഷമസ്ഥിതി എന്ന് പറയുന്നത് മനസ്സിൽ. കേടുവന്ന റേഡിയോ ആണ് എനിക്ക് എപ്പോഴും ഉദാഹരണം തോന്നുന്നത്. ഒരു സ്റ്റേഷൻ വെച്ചാൽ ചില റേഡിയോ ഒക്കെ, ഇപ്പൊ റേഡിയോ തന്നെ ആരും വെക്കണില്ല. ഒരു സ്റ്റേഷൻ വെച്ചാൽ തൃശ്ശൂർ സ്റ്റേഷനാണ് വെക്കണതെങ്കിൽ പുറകെ കൂടെ കോയമ്പത്തൂർ കേൾക്കും, അതിന് പുറകെ കൂടെ BBC കേൾക്കും, അതിന് പുറകെ കൂടെ അടുത്ത വീട്ടിൽ മിക്സി ഓൺ ചെയ്താൽ അതും കേൾക്കും. ഞങ്ങളുടെ വീട്ടിൽ റേഡിയോ ഉണ്ടായിരുന്നു, അത് ഓഫ് ചെയ്ത് വെച്ചാലും പാട്ട് പാടും. നമ്മളുടെ മനസ്സ് അതുപോലെയാണ്, അതിനെ ഓഫ് ചെയ്ത് വെക്കാൻ ഒരു മെക്കാനിസം ഇല്ല. അത് എന്ത് ചെയ്താലും ശബ്ദിച്ചുകൊണ്ടേയിരിക്കും, ചലിച്ചുകൊണ്ടേയിരിക്കും. വേണോ വേണ്ടയോ ചിത്തവൃത്തികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഉറങ്ങുമ്പോഴും അതുകൊണ്ട് ചിത്തവൃത്തികൾ ഉണ്ടാവുന്നു. അതിനെ നമ്മൾ സ്വപ്നം എന്ന് വിളിക്കും അല്ലേ? രമണ മഹർഷിയോട് ഒരാൾ ചോദിച്ചു, ഭഗവാനെ, ഉറക്കത്തിൽ വേണ്ടാത്ത സ്വപ്നമൊക്കെ കാണുന്നു, അതിനെ എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും ചോദിച്ചു. അപ്പൊ മഹർഷി പറഞ്ഞു, ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണാതിരുന്നാൽ ഉറങ്ങുമ്പോഴും സ്വപ്നം കാണില്ല. ഈ ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കണ്ട് 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 ഉള്ള ഹാബിറ്റ് മനസ്സിനുണ്ടായത് കൊണ്ടാണ് ഉറങ്ങുമ്പോഴും സ്വപ്നം ധാരാളം കാണുന്നത്. ഇന്നത്തെ മോഡേൺ സൈക്കോളജിസ്റ്റൊക്കെ പറയണത് സ്വപ്നം കാണാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ഒരു ലെവൽ വരെ ശരിയായിരിക്കാം. പക്ഷേ യോഗികൾ പറയണത് എന്നുവെച്ചാൽ, യോഗികൾ എന്ന് വെച്ചാൽ അടയോഗികളുടെ കാര്യമല്ല പറയണത്, വാസനാശൂന്യമായ മനസ്സിൻ്റെ സ്ഥിതി കണ്ടവര് സ്വപ്നം കാണണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. സ്വപ്നം കാണാൻ കാരണം സങ്കൽപ്പിച്ചിട്ടുള്ള ഹാബിറ്റാണ്. സങ്കല്പം കുറയും തോറും സ്വപ്നവും കുറയും. അനാവശ്യമായി സ്വപ്നമൊന്നും ഉണ്ടാവില്ല. മനസ്സിന് ഈ വിഷമസ്ഥിതി, അതായത് മനസ്സ് നമ്മളുടെ കയ്യിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ല, അത് സ്വതന്ത്രമായ ഒരു വസ്തു. അത് സ്വതന്ത്രമായി പ്രവർത്തിക്കണു, സ്വതന്ത്രമായി ചിത്രങ്ങൾ കൊണ്ടുവരുന്നു, ഭാവനകൾ കൊണ്ടുവരുന്നു, സ്വന്തമായ പ്രവർത്തന രീതി. ഒരു സ്വാമി പറയും, അദ്ദേഹത്തിൻ്റെ ശിഷ്യനെയും കൂട്ടിക്കൊണ്ട് ട്രെയിനിൽ പോകുമ്പോൾ ശിഷ്യൻ കുറെ കഴിഞ്ഞപ്പോൾ സ്വാമിയോട് പറഞ്ഞു, അത്ര എനിക്ക് വിശക്കണു വിശക്കണു വിശക്കണു. അപ്പൊ സ്വാമി പറഞ്ഞു, നിവൃത്തിയൊന്നുമില്ല, അടുത്ത സ്റ്റേഷൻ വരെ വിശപ്പാണ്. അപ്പൊ ഇനിയിപ്പോൾ വേണമെങ്കിൽ തനിക്ക് ഞാനൊരു ധ്യാനം പറഞ്ഞുതരാം. കണ്ണടച്ചിരുന്നിട്ട് നല്ല സദ്യ ശാപ്പാടുന്ന പോലെ
എല്ലാ വിഭവങ്ങളോടുകൂടിയും ശാപ്പാട് കഴിക്കണ പോലെ അങ്ങനെ ധ്യാനിക്കുക. ധ്യാനത്തിൽ പിശുക്കൊന്നും കാണിക്കണ്ടല്ലോ. എന്തൊക്കെ ഇഷ്ടമോ അതൊക്കെ മുമ്പിൽ ഇലയിൽ നിരത്തിയിരിക്കണതായിട്ട് കണ്ടോളുക, ഊണ് കഴിക്കണതായിട്ട് ഭാവന ചെയ്തോളുക എന്ന് പറഞ്ഞു അത്ര. ഇപ്പൊ ശിഷ്യൻ പറഞ്ഞ ഉടനെ അനുസരിച്ചു. ചമ്രം പടിഞ്ഞിരുന്നു, ട്രെയിനിൽ തന്നെ കണ്ണടച്ചിരുന്ന് ഭാവന ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് 2-3 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ സ്വാമി തട്ടി വിളിച്ചു ചോദിച്ചു, എന്താടാ മിളക് കടിച്ചു? ഭാവനയിലും മിളക് കടിക്കണോ? ഭാവനയിൽ എന്തിനാ മിളക് കടിക്കണത്? ഭാവനയിൽ സ്വതന്ത്രമായിട്ട് കഴിച്ചാൽ പോരെ. ഭാവനയിൽ മിളക് കടിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ ഭാവനയെ അങ്ങോട്ട് അഴിച്ചു വിട്ടപ്പോൾ അത് സ്വതന്ത്രം. അത് മിളക് കടിക്കും, വിഷമിപ്പിക്കും, എല്ലാം ഉണ്ടാവും, സ്വതന്ത്രം. അപ്പൊ മനസ്സ് നമ്മളുടെ കയ്യിലില്ലാത്ത സ്ഥിതിയെ വിഷമസ്ഥിതി എന്ന് പറയും. വിഷമസ്ഥിതി തന്നെ 2 വിധത്തിൽ. ഒന്ന്, മനസ്സ് ചിന്തിച്ചുകൊണ്ടേയിരിക്കും, അതിനെന്തെങ്കിലുമൊക്കെ അറിയണം. ക്യൂരിയോസിറ്റി, അതുകൊണ്ടാണ് ജിജ്ഞാസ. എല്ലാം, അടുത്ത വീട്ടിലത്തെ കാര്യം, മറ്റേ കാര്യം, മറിച്ച കാര്യം എല്ലാം അറിയണം. ലോകത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ അറിയണം. അതിന് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഗീത കേൾക്കാൻ വന്നിരിക്കുന്നത് എന്താ? മനസ്സിന് എന്തോ പുതിയതായിട്ട് വല്ലതും അറിയണം. അത് നോട്ട് ബുക്ക് പെന്നും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ വരും. പുതിയതായിട്ട് എന്തെങ്കിലും അറിയണം. എന്നിട്ട് കുറേ നേരം ശ്രദ്ധിക്കും. ശ്രദ്ധിച്ചിട്ട് ഇപ്പൊ ഞാൻ വളരെ ഉയർന്ന തലത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് വെച്ചോളൂ. ചോട്ടിലേക്കേ വന്നിട്ടില്ലെങ്കിൽ, ഒന്നും പിടികിട്ടിയിട്ടില്ലെങ്കിൽ പതുക്കെ കണ്ണിങ്ങനെ പോകും. കഴിഞ്ഞു. അടുത്ത ഇരിക്കുന്ന ആളുടെ തോളിലേക്ക്. ഇത് 2ാമത്തെ സ്ഥിതിയാണ്. മനസ്സ് ഒന്നിൽ ചിന്തിക്കും, മനസ്സിലാക്കണം, എന്തെങ്കിലും അറിയണം, ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഗ്രാസ്പിങ്, അതിനാണ് മേയം എന്ന് പറയുക. മേയം എന്ന് വെച്ചാൽ അളക്കുക. മീയത്തെ, അളക്കുന്നു എന്നാണ്. അളക്കുക, മനസ്സിന്റെ സ്വഭാവമാണ് ഈ അളക്കുക. അതെല്ലാം അളക്കുക, എല്ലാത്തിനെയും തൻ്റെ ഉള്ളിലേക്ക് ഒതുക്കുക. ഇപ്പോ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ മനസ്സിന് ഒതുങ്ങും, പായസം എന്ന് പറഞ്ഞാൽ ഒതുങ്ങും, കടുമാങ്ങ എന്ന് പറഞ്ഞാൽ ഒതുങ്ങും. ഞാൻ ബ്രഹ്മം എന്ന് പറയുന്നു, സച്ചിദാനന്ദം എന്ന് പറയുന്നു, അഖണ്ഡബോധവസ്തു എന്ന് പറയുന്നു, ചൈതന്യം എന്ന് മനസ്സിന് പിടികിട്ടില്ല. അപ്പൊ മനസ്സെന്ത് ചെയ്യും? അതിങ്ങനെ ശ്രമിച്ചു നോക്കും പിടിക്കാൻ. കുറേ നേരം ഇത് തന്നെ കേട്ടുകൊണ്ടിരുന്നാൽ ഒന്നും പിടികിട്ടാതെ ഉറങ്ങിപ്പോകും. മനസ്സിന് ഭാവന ചെയ്യാൻ കഴിയാത്ത വാക്കുകളാണെങ്കിൽ ഉറങ്ങിപ്പോകും. ഈ ഉറങ്ങുന്നത് ലയം. വിഷമത്തിന്റെ 2 ഭാഗമാണ് വിക്ഷേപവും ലയവും. മനസ്സ് ചലിച്ചുകൊണ്ടേയിരിക്കും, അറിഞ്ഞുകൊണ്ടിരിക്കും, ഭാവന ചെയ്യും, ഒക്കെ ചെയ്യും. ആ മണ്ഡലത്തിൽ നിന്ന് തിരിച്ചു വിളിച്ചാൽ, അതുകൊണ്ടാണ് പലരും ധ്യാനിക്കാനിരിക്കുമ്പോഴോ ജപിക്കാനിരിക്കുമ്പോഴോ ഉറങ്ങിപ്പോണത്. അവർക്ക് ചിന്തിച്ചേ പരിചയമുള്ളൂ. ചിന്തയിൽ നിന്നും മടക്കി വിളിച്ചാൽ അടുത്ത പരിപാടി ഉറക്കം, നിദ്ര. മനസ്സ് ചിന്തിക്കാതെയും ഇരിക്കണം, ഉറങ്ങാതെയും ഇരിക്കണം. ഉണർവോടെ ചിത്തവൃത്തികളില്ലാതെ ഇരിക്കുന്ന അവസ്ഥയ്ക്ക് പേരാണ് സമസ്ഥിതി. ഭഗവാൻ ഇനി അതിനെ ഗീതയിൽ പറയാൻ പോകും. ചിത്തവൃത്തികളില്ല, പക്ഷെ ഉറങ്ങുന്നുമില്ല. അജം അനിദ്രം അസ്വപ്നം അദ്വൈതം ബുദ്ധ്യതേ തഥാ. ഉറങ്ങണില്ല, എന്നാലോ ചിത്തവൃത്തികളുമില്ല. അലേർട്ടായിട്ട് ഇരിക്കുന്നു, ജാഗ്രതയോടെ ഇരിക്കുന്നു, ഉണർവോടെ ഇരിക്കുന്നു, ഫ്രഷായിട്ട് ഇരിക്കുന്നു. ആ സ്ഥിതി സമസ്ഥിതി, യോഗസ്ഥിതി. ആ യോഗസ്ഥിതിയിൽ നിന്ന് ചലിച്ച മനസ്സാണ് വിഷമം. അതിൽ വളരെയധികം വിക്ഷിപ്തമായ സ്ഥിതിയാണ് വിഷാദം. എന്നുവെച്ചാൽ പിടിവിട്ടു പോയി എന്നർത്ഥം. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, വിഷാദം. വിഷാദം ഒരു ലിമിറ്റിന് മേലെ പോയാൽ നമ്മൾ എന്തു പറയും? ഭ്രാന്തം എന്ന് പറയും. ഭ്രാന്തനും സാധാരണ ആളുകൾക്കും എന്താ വ്യത്യാസം? ഭ്രാന്ത് ലിമിറ്റിൻ്റെ ഉള്ളിൽ നിന്നാൽ സാധാരണ മനുഷ്യൻ, ലിമിറ്റിന് മേലെ പോയാൽ അവനെ ഭ്രാന്തൻ എന്ന് വിളിക്കും, അല്ലേ? ഭ്രാന്തനും നമുക്കും സാധാരണ ആളുകൾക്കും അധികപ്പറ്റ ആളുകൾക്കും വ്യത്യാസം എന്താന്ന് വെച്ചാൽ അയാൾ ഉള്ളിൽ വരുന്നതൊക്കെ പുറത്ത് പറയണു, മറ്റുള്ളവർ പറയണില്ല, അത്രയേ ഉള്ളൂ. നമ്മൾ ഉള്ളിലുള്ളതൊക്കെ പുറത്ത് പറഞ്ഞാൽ നമ്മൾക്കും നമ്മളുടെ ഉള്ളിൽ ഭ്രാന്തുണ്ടെന്ന് അറിയാം, പറയണില്ല, അത്രയേ ഉള്ളൂ. അയാളൊക്കെ പുറത്തേക്ക് വിടണം, അയാളുടെ ലിമിറ്റ് കടന്നുപോയി ഭ്രാന്ത്. അപ്പോ
അത് വിഷാദമാണ്, വിക്ഷിപ്തമായ സ്ഥിതിയാണ്. ഇവിടെ അർജുനന്റെ സ്ഥിതി വിഷാദസ്ഥിതിയിൽ എത്തിയിരിക്കുന്നു. എന്നുവെച്ചാൽ അപാരമായ ദുഃഖം, അപാരമായ ദുഃഖം. തൻ്റെ ബന്ധുക്കളെയൊക്കെ താൻ കൊല്ലണം, ഇത് തനിക്ക് താൻ അതിനാളാവണം. തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണ ആകുലക്ഷണം, കണ്ണൊക്കെ കലങ്ങി ചുവന്നുപോയിരിക്കുന്നു. വിഷീദന്തം, വിഷമിക്കുന്നു. ഇതം വാക്യമുവാച മധുസൂദന, അങ്ങനെ കരഞ്ഞ് വിഷമിച്ച് ആകുലചിത്തനായിട്ട് ചപലചിത്തനായിട്ടിരിക്കുന്ന അർജുനന്റെ അടുത്ത് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു എന്നാണ്. ഭഗവാൻ ഇങ്ങനെയാ പറഞ്ഞത്, അർജുന, തനിക്ക് വിഷമാണെങ്കിൽ യുദ്ധം ചെയ്യണ്ട, വീട്ടിൽ പോയി ഇരുന്നോളൂ, കുറച്ച് ദിവസം ഉറങ്ങുക. അല്ല, ഇനിയിപ്പോ സന്യാസമാണോ എടുക്കേണ്ടത് എന്നാൽ സന്യാസം എടുത്തോളൂ. സന്യാസത്തിന് ആളെയേ കിട്ടണില്ല, കിട്ടുന്ന ആളെ സന്യാസിപ്പിക്കുക, അതാണ് ഇപ്പൊ സമ്പ്രദായം. തന്നോളുക. എന്തെങ്കിലുമൊക്കെ ഭഗവാൻ പറയേണ്ടതല്ലേ. ഭഗവാൻ ഇവിടെ നിൽക്കുന്നത് തോത്രവേത്രൈകപാണയെ എന്നാണ്. കയ്യിൽ ചൂരൽ വടിയും വെച്ചുകൊണ്ടാണ് നിൽക്കണത്. കൊടുത്തു 2 പെട. അതാണ് അടുത്ത 2 ശ്ലോകവും അർജുനന് കൊടുത്ത പെടയാണ്, ഉപദേശമല്ല. പക്ഷെ വിവേകാനന്ദ സ്വാമികൾ പറയും ഈ 2 ശ്ലോകത്തിൽ ഗീതയുടെ സാരം മുഴുവൻ അടങ്ങിയിരിക്കുന്നു എന്നാണ്. ഈ ആദ്യത്തെ 2 ശ്ലോകം ഭഗവാൻ പറയണ 2 ശ്ലോകം, അതിൽ തത്വോപദേശമൊന്നുമില്ല. പുറമേക്ക് നോക്കിയാൽ തത്വോപദേശമൊന്നുമില്ല. പക്ഷേ അത് വളരെ ശക്തമായ വാക്കുകളിൽ 2 പെട വെച്ച് കൊടുക്കുകയാണെന്ന് തോന്നുന്നു നമുക്ക് അർജുനൻ. അടുത്ത 2 ശ്ലോകം, ആ 2 ശ്ലോകം നമുക്ക് ഞാൻ ചൊല്ലാം, നിങ്ങൾ തിരിച്ചു ചൊല്ലാം. ശ്രീ ഭഗവാൻ ഉവാച കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന ക്ലൈബ്യം ആസ്മഗമഃ പാർത്ഥ നൈതത്വയ്യുപപദ്യത്തെ ക്ഷുദ്രം ഹൃദയദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. ശ്രീ ഭഗവാൻ ഉവാച, ശ്രീ ഭഗവാൻ പറഞ്ഞു. ഭഗവാനും അർജുനൻ, ഭഗവാൻ ആദ്യമായിട്ട് അർജുനന് കൊടുക്കുന്ന ഉപദേശം. ഗീതയിൽ ആദ്യമായിട്ട് ശ്രീ ഭഗവാനുവാച. ഭഗവാൻ എന്താ പറഞ്ഞത് എന്നുവെച്ചാൽ കുതസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന. ഹേ അർജുന, അർജുന എന്നുള്ള വാക്കിന് ഋജുബുദ്ധിയുള്ളവൻ എന്നർത്ഥം, ശുദ്ധബുദ്ധിയുള്ളവൻ എന്നർത്ഥം, വെളുത്ത മനസ്സുള്ളവൻ എന്നർത്ഥം. ഋജുവായിട്ട് നിൽക്കേണ്ടവൻ ആണ് അർജുനൻ, വളഞ്ഞു വളഞ്ഞു നിൽക്കേണ്ട ആളല്ല. ആ ഋജുവായിട്ട് നിൽക്കേണ്ട ആള് കരഞ്ഞ് കണ്ണൊക്കെ കലങ്ങി തളർന്നിരിക്കുക എന്ന് വെച്ചാൽ നാണക്കേട്. അപ്പൊ ഭഗവാൻ ചോദിക്കുകയാണ്, ഈ കശ്മലം എന്നൊരു വാക്ക് പ്രയോഗിച്ചു. ഡോ അർജുന, തനിക്ക് എവിടുന്ന ഈ കശ്മലം വന്നത്? കശ്മലം എന്ന് വെച്ചാൽ അനാത്മവസ്തുക്കൾ ഉണ്മയാണ് എന്നുള്ള ഭ്രമം കൊണ്ടുണ്ടാവുന്ന മോഹമാണ് കശ്മലം. ജഡശരീരം, അത് പെറ്റീനസ്, ക്ഷുദ്രത. ഭഗവാൻ ഉപയോഗിക്കുന്ന വാക്ക് ക്ഷുദ്രത, ക്ഷുദ്രം, കശ്മലം. ആചാര്യസ്വാമികൾ ഇതേ വാക്ക് വിവേക ചൂടാമണിയിൽ ഉപയോഗിക്കുന്നു. അനാത്മചിന്തനം ത്യക്ത്വാ കശ്മലം ദുഃഖകാരണം ചിന്തയ ആത്മാനം ആനന്ദരൂപം എൻ മുക്തികാരണം. അനാത്മചിന്തനം ത്യക്ത്വാ, അനാത്മചിന്തനം, ആത്മാവല്ലാത്ത വസ്തു. എന്താ? ദേഹം, ആദ്യത്തെ സ്റ്റെപ്പ് അല്ലേ? ഈ ശരീരത്തിനെ നോക്കണം. നമ്മളുടെ 90% ഓഫ് തോട്ട്സ്, ചിത്തവൃത്തികൾ ഈ ശരീരത്തിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ്.
ശരീരത്തിനെക്കുറിച്ചുള്ള ചിന്തയാണ്, ശരീരത്തിനെക്കുറിച്ചുള്ള പേടിയാണ്, ശരീരത്തിന് നാളെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ള പേടിയാണ്. തൻ്റെ ശരീരവും താൻ ആശ്രയിച്ചിരിക്കുന്നവരുടെ ശരീരവും തന്നെ ആശ്രയിച്ചിരിക്കുന്നവരുടെ ശരീരവും ഒക്കെ ശരീരത്തിനെക്കുറിച്ചുള്ള ചിന്ത. ഇതിനെയാണ് ഭഗവാൻ കശ്മലം എന്ന് വിളിക്കുന്നത്. കുതസ്ത്വാ കശ്മലമിതം, ഈ ഇല്ലാത്ത വസ്തുവിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള ദുഃഖം തനിക്ക് എവിടുന്നാണോ വന്നത്? ഒരിക്കലും ഭർതൃഹരി പറയണ പോലെ ഇപ്പൊ കയ്യിലില്ലാത്ത സ്വത്ത് ഇനി വരുന്ന കാലത്ത് കിട്ടാൻ പോണില്ല, അങ്ങനെയുള്ള സ്വത്ത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ല, അങ്ങനെയുള്ള സ്വത്തിനെ കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കണം അത്ര ഒരാള്. ഇതുപോലെ നമ്മളുടെ കയ്യിലേ ഇല്ലാത്ത വിഷയത്തിനെ കുറിച്ച് ആലോചിച്ച് വൃഥാ വിഷമമാണ് കശ്മലം. കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം. ഇത്തരത്തിലൊരു ഘട്ടത്തിൽ എപ്പോ ധൈര്യമായിരിക്കുന്നു ആ ഘട്ടത്തിൽ തളർന്നു പോയിരിക്കുന്നു. മാത്രമല്ല മനസ്സ് വിഷമസ്ഥിതിയിലെത്തിയിരിക്കുന്നു. അനാര്യജുഷ്ടം, ആര്യന്മാർക്ക് ചേരാത്തത്. ആര്യൻ ദ്രാവിഡൻ എന്നൊന്നും പറഞ്ഞ് വിശ്വസിക്കരുത് കേട്ടോ. ആ അർത്ഥത്തിലല്ല ഇവിടെ പറയണത്. അങ്ങനെ ഒരു അർത്ഥത്തിൽ ഒരിടത്തും നമ്മളുടെ ശാസ്ത്രത്തിൽ ആര്യപദം പ്രയോഗിച്ചിട്ടേ ഇല്ല. ഇതൊക്കെ വെള്ളക്കാർ നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു പരത്തിയ കാര്യങ്ങളാണ്. ആര്യൻ, ദ്രാവിഡൻ, ദ്രാവിഡൻ ദ്രവിഡ ദേശത്തിലുള്ള ആള്, ഗൗഡദേശത്തിലുള്ള ആള് ഗൗഡൻ, അങ്ങനെയൊക്കെ ഭേദം ഉണ്ടായിരുന്നു എന്നല്ലാതെ ആര്യൻ എന്നുള്ളത് ഒരു റേഷ്യൽ നെയ്യുമായിട്ട് ഒരിടത്തും പ്രയോഗിച്ചിട്ടില്ല. ഇംഗ്ലീഷുകാർ അതൊക്കെ ആര്യൻ എന്നൊരു വംശം പുറത്തു നിന്ന് വന്നതായിട്ടും ഇവിടെ വന്ന് ആക്രമിച്ചതായിട്ടും ഈ രാജ്യം കീഴടക്കിയതായിട്ടും ഒക്കെ എഴുതി ചേർത്തു. നമ്മളുടെ ആളുകൾ, അതും വളരെ ഹിന്ദുമതത്തിലെ തലക്കെട്ടിൽ നിന്ന ആളുകൾ പോലും അതിനെ സ്വീകരിച്ച് അതുപോലെയൊക്കെ കഥകൾ എഴുതി. മഹാത്മാക്കളായിട്ടുള്ള ചിലർ പോലും അതിൽ പറ്റിക്കപ്പെട്ടു. അതേ വാക്കുകൾ, അതേ ആശയം വെച്ചുകൊണ്ട് കഥകൾ എഴുതിയവരുണ്ട്. അപ്പൊ ആര്യ ശബ്ദത്തിന് അങ്ങനെ ഒരു അർത്ഥമില്ല. അതിൽ ഗവേഷണം ചെയ്തിട്ടുള്ളവർ പറയുന്നത് ഋഗ്വേദത്തിൽ 36 പ്രാവശ്യം ആര്യശബ്ദം വരുന്നു അത്ര. ഒരു സ്ഥലത്ത് പോലും ആര്യശബ്ദം ഒരു റേഷ്യൽ നെയിമായിട്ട് ആര്യപുത്രൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഭർത്താവിനെ ഭാര്യ ആര്യപുത്രൻ എന്ന് വിളിക്കും, ഭാര്യയെ ഭർത്താവ് ആര്യയെ എന്ന് വിളിക്കും. ഇതിനൊന്നും ഒരു ജാതിയുടെ നാമമോ ഒരു വംശത്തിന്റെ നാമമോ അല്ല. അപ്പൊ ആര്യശബ്ദത്തിന് പരിശുദ്ധമായത് എന്നർത്ഥം, ശ്രേഷ്ഠ പുരുഷൻ എന്നർത്ഥം, അത്രയേ ഉള്ളൂ. അനാര്യജുഷ്ടം, ആര്യന് നിരക്കാത്തത്. അസ്വർഗ്യം, സ്വർഗപ്രാപ്തി എന്ന് വെച്ചാലോ മനസ്സിന് സുഖം തരാത്തത് എന്നർത്ഥം. വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട് മനഃപ്രീതികര സ്വർഗ, മനസ്സിന് പ്രീതികരമായിട്ടുള്ളത് സ്വർഗം, വിപരീതമായിട്ടുള്ളത് നരകം. അസ്വർഗ്യം, മനസ്സിന് പ്രീതി തരാത്തതും. അകീർത്തികരം, അർജുന നാളെ പേരുദൂഷ്യം വരും, വേണോ? നാട്ടിൽ മുഴുവൻ ഇപ്പൊ അർജുനൻ എന്ന് കേട്ടാൽ ആളുകളൊന്ന് എഴുന്നേറ്റിരിക്കും. ഇപ്പൊ അതൊക്കെ പോയി കിട്ടും. അകീർത്തികരം അർജുന എന്ന് പറഞ്ഞ് അടുത്ത ശ്ലോകം കുറച്ച് കടുപ്പമായി പോയി. ഭഗവാൻ പറഞ്ഞ അടുത്ത ശ്ലോകം, അർജുനൻ പുരുഷകേസരിയാണ്, പൗരുഷത്തിന്റെ ഉദാഹരണമാണ് അർജുനനെ. അങ്ങനെയുള്ള അർജുനനെ ഭഗവാൻ ആണും പെണ്ണും കെട്ടവെന്ന് വിളിച്ചു. നപുംസകത്തിനെ പോലെ ഇങ്ങനെ നിന്ന് കരയണമല്ലോ. ക്ലൈബ്യം ആസ്മഗമഃ പാർത്ഥ നൈതത്വൈ ഉപപദ്യത്തെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്ത്വാ ഉത്തിഷ്ഠ പരന്തപ. ക്ലൈബ്യം ആസ്മഗമഃ, ഈ ക്ലീബത ആണുമല്ല പെണ്ണുമല്ല. ആധ്യാത്മികത്തിലേക്ക് പോകണമെങ്കിൽ, ആത്മസാക്ഷാത്കാരത്തിന് ഉപനിഷത്ത് പറയുന്നത് നായമാത്മാ ബലഹീനേന ലഭ്യ. ബലഹീനനായ പുരുഷന് ആത്മതത്വം പിടികിട്ടില്ല. ബലഹീനനായ പുരുഷന് ഇവിടെ ഭഗവാൻ ഈ 2 ശ്ലോകത്തിലും, നമ്മളിപ്പോ യുദ്ധത്തിന് വേണ്ടി അർജുനനോട് പറയുന്നതാണെങ്കിലും നമുക്കിപ്പോ ഗീതയിൽ ഇപ്പൊ എടുത്തിട്ടിപ്പോ നമുക്ക് യുദ്ധമൊന്നും ചെയ്യണ്ടല്ലോ അല്ലേ? വിവേകാനന്ദ സ്വാമികളൊക്കെ ഈ ശ്ലോകത്തിനെ ഭാരതത്തിലുള്ള ആളുകളെ ഉണർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ഇപ്പൊ നമുക്കതൊന്നും ആവശ്യമില്ല ഇവിടെ അല്ലേ? ധാരാളം ഉണർന്നു കഴിഞ്ഞു, കുറച്ച് അധികം ഉണർന്നു എന്ന് സംശയമുണ്ടാവും ബാഹ്യമായിട്ട്. നമുക്കിപ്പോ വേണ്ടത് ആന്തരികമായ കരുത്താണ്, പുറമേക്കുള്ള കരുത്തല്ല.
ഡിസിപ്പേഷൻ ഇല്ലാത്ത ചിത്തവൃത്തി. അതായത് നമ്മളുടെ ധീരത, പൗരുഷം എന്ന് പറയുന്നത് പുറമേക്ക് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള പൗരുഷം ഇപ്പൊ ധാരാളം ഉണ്ട്. ആ പൗരുഷം അല്പം ഒന്ന് അകമേക്ക്, ഇന്നർ ഫീൽഡിലേക്ക് ഒന്ന് തിരിയണം. അതില്ലെങ്കിൽ ഭഗവാൻ പറയണത് ആണുമല്ല പെണ്ണുമല്ല, ക്ലൈബ്യം ആസ്മഗമ പാർത്ഥ. ഹേ പാർത്ഥ, ഇത് തനിക്ക് യോജിച്ചതല്ല. നൈതത്വൈ ഉപപദ്യത, ഇത് തനിക്ക് ചേരില്ല. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. ഹൃദയത്തിന്റെ ദൗർബല്യമാണ് ഈ ദുഃഖത്തിന് കാരണം, ഈ വിഷമത്തിന് കാരണം. മനസ്സിങ്ങനെ ചഞ്ചലപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ അതിന് വേറെ ആരും കാരണമല്ല, തൻ്റെ ദൗർബല്യം. നമ്മൾ മനസ്സിന് വിഷമായിട്ട് കണ്ടവരോടൊക്കെ ചോദിക്കും, എൻ്റെ മനസ്സെന്താ ഇത്ര വിഷമിക്കണത്? സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ചോദിക്കും, അല്ലെങ്കിൽ സ്വാമിമാരെ കണ്ട അവരോട് ചോദിക്കും. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളല്ലേ പറയേണ്ടത് നമ്മളുടെ മനസ്സ് എന്താ വിഷമിക്കണതാണ്. മറ്റുള്ളവർക്ക് എന്ത് പറയാൻ പറ്റും? വിഷമിക്കാൻ കാരണം എന്താ? ഹൃദയ ദൗർബല്യം. ഭഗവാൻ പറഞ്ഞു ഒരേ ഒരു കാരണം അതാണ്, ഹൃദയ ദൗർബല്യം, ബലം പോരായ്മ. ബലം എന്ന് വെച്ചാൽ എന്താ? ശുഭവാസന പോരാന്നർത്ഥം. ഈ ജീവൻ നിശ്ചയിക്കണം. എല്ലാവരും ഒരു വിധത്തിൽ പറഞ്ഞാൽ സ്വാർത്ഥരായിട്ടിരിക്കണം. ഞാൻ പറയണ സ്വാർത്ഥത, പണം ഉണ്ടാക്കുന്നതിൽ സ്വാർത്ഥതയോ, മറ്റുള്ളവരെ ജയിക്കുന്നതിൽ സ്വാർത്ഥതയോ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇലക്ഷന് നിന്നിട്ട് ജയിക്കുന്നതിലുള്ള സ്വാർത്ഥതയോ അല്ല. ഇവിടെ സ്വാർത്ഥത എന്താന്ന് വെച്ചാൽ എനിക്ക് ഈ ജന്മത്തിൽ പൂർണ്ണമായ ശാന്തി ഉണ്ടാവണം, ധന്യത ഉണ്ടാവണം എന്നുള്ള സ്വാർത്ഥത ഉണ്ടെങ്കിൽ ആ സ്വാർത്ഥതയ്ക്കാണ് വേദാന്തികൾ മുമുക്ഷുത്വം എന്ന് പറയുന്നത്. ഈ ജന്മത്തിൽ തന്നെ കഴിയുന്നതും വേഗം ആ പരിപൂർണമായ ശാന്തി, പൂർണ്ണത ഞാൻ നേടിയെടുക്കണം എന്ന് നിശ്ചയിക്കണം. ഈ ജീവൻ സങ്കല്പിച്ച് നിശ്ചയിച്ചാൽ, ആചാര്യസ്വാമികൾ ഇന്നലെ പറഞ്ഞുവല്ലോ, അതേ സ്ഥലത്ത് പറയുന്നു, ഈ ജീവൻ സങ്കല്പിച്ച് നിശ്ചയിച്ചാൽ എത്ര വലിയ ശക്തിക്കും അതിനു മുമ്പിൽ വന്ന് നിൽക്കാൻ പറ്റില്ല. എനിക്ക് സമാധാനം വേണം, എനിക്ക് ശാന്തി വേണം, എനിക്ക് പൂർണ്ണത വേണം എന്ന് നിശ്ചയിച്ചാൽ സാധിക്കും. അത് സാധിക്കുമോ? അത് നിശ്ചയമായിട്ട് സാധിക്കും. എൻ്റെ ശരീരം ഈ ആരോഗ്യമായിട്ടിരിക്കണം, വ്യാധിയെ വരാൻ പാടില്ല എന്നൊന്ന് നിശ്ചയിച്ചു നോക്കൂ, സാധ്യമേ അല്ല. സകലവിധമായ വൈദ്യന്മാരെയും അടുത്ത് വിളിച്ച് വെച്ചുകൊണ്ട് അവരെപ്പോഴും പരിശോധിച്ചു കൊണ്ടിരുന്നാലും വ്യാധി വരും. ഞാൻ മരിക്കാതെ 100 വയസ്സ് വരെ ഇരിക്കണമെന്ന് സങ്കല്പിക്കൂ, സാധ്യമല്ല. എൻ്റെ പണം നഷ്ടപ്പെട്ടു പോവാതിരിക്കണമെന്ന് ശ്രമിക്കൂ, സാധ്യമല്ല, നമ്മളുടെ കയ്യിലില്ല. പക്ഷേ ആന്തരികമായ ശാന്തി, പൂർണ്ണത, സ്വാതന്ത്ര്യം വേണം എന്ന് സങ്കല്പിച്ചാൽ നിശ്ചയമായിട്ടും സാധിക്കും എന്നാണ് ഭഗവാന്റെയും ഋഷികളുടെയും ഒക്കെ ഒരേപോലെയുള്ള വാക്ക്. ഈ ഒരു ഫീൽഡിൽ നമുക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യമുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും അർത്ഥമേ ഇല്ലല്ലോ. എല്ലാം ഡെസ്റ്റിനി ആണെങ്കിൽ ആന്തരികമായ മുക്തി എന്ന് പറയണതും ജ്ഞാനം എന്ന് പറയണതും ഡെസ്റ്റിനി ആണെങ്കിൽ അർത്ഥമേ ഇല്ല. അതൊന്നു മാത്രം ഫ്രീഡം, ബാക്കിയുള്ള മണ്ഡലത്തിലൊക്കെ ഡെസ്റ്റിനിയാണ്. അവിടെ ഒന്നും നമുക്ക് കൈവയ്ക്കാനേ പറ്റില്ല, ഒന്നും നമ്മൾ വിചാരിച്ചിട്ട് നടക്കില്ല. പക്ഷെ ഈ ആന്തരികമായ ശാന്തി, പൂർണ്ണത എനിക്ക് വേണം എന്ന് നിശ്ചയിച്ചാൽ, സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിൽ ഭഗവാൻ പറയുന്നു, മരിക്കുന്നതിന് മുമ്പെങ്കിലും ആ തീരുമാനം എടുക്കൂ അർജുന. അന്തകാലത്തിലെങ്കിലും, മരണത്തിന് മുമ്പെങ്കിലും ഈ ശാന്തി വേണമെന്ന് ഉറപ്പിക്കുക, നിശ്ചയിക്കുക, സങ്കല്പിക്കുക. അപ്പൊ സങ്കല്പ ബലം ഉണ്ടാവും. അതാണ് ഹൃദയത്തിന്റെ ബലം. ഈ സങ്കല്പത്തിന് ബലമില്ലെങ്കിൽ ഇയാൾ എന്തൊക്കെ ചെയ്താലും ദുഃഖം വരും. ഈ സങ്കല്പത്തിന് ബലമില്ലെങ്കിൽ, ഈ സങ്കല്പത്തിന് ബലം ഉണ്ടെങ്കിൽ അത് സ്വാർത്ഥതയല്ലേ? ആളുകൾ ചോദിക്കും. ആളുകൾ പലപ്പോഴും ചോദിക്കണം അതാണ്, എനിക്ക് മുക്തി വേണമെന്ന് ആഗ്രഹിക്കണമെന്ന് സ്വാർത്ഥതയല്ലേ? അത് സ്വാർത്ഥതയാണെങ്കിൽ ഇരുന്നോട്ടെ. എന്താ കാര്യം എന്ന് വെച്ചാൽ ആ സ്വാർത്ഥത ഒന്ന് വളർത്തി സ്വാതന്ത്ര്യം ഉള്ളിൽ നേടിയാൽ കാണാം, അതാണ് ഏറ്റവും വലിയ നിസ്വാർത്ഥത. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അയാളുടെ സാന്നിധ്യത്തിൽ വരുമ്പോൾ തന്നെ അശാന്തവരായവരുടെ മനസ്സ് ശാന്തമാവും. അയാൾ ആരെയും ദ്രോഹിക്കില്ല,
ആരെങ്കിലും ദ്വേഷിച്ചാൽ അയാളുടെ ഉള്ളിൽ ചാഞ്ചല്യം വരുന്നത് അയാൾ കാണും, അതുകൊണ്ട് ദ്വേഷിക്കില്ല. കോപിക്കുമ്പോൾ അയാളുടെ മനസ്സ് ചപലമാവുന്നത് അയാൾ കാണും, അതുകൊണ്ട് കോപിക്കില്ല. മറ്റുള്ളവരുടെ വസ്തു എന്തെങ്കിലും എടുത്താൽ തൻ്റെ ഉള്ളിൽ വിഷമസ്ഥിതി ഉണ്ടാവണത് അയാൾ കാണും, എടുക്കില്ല. കൊടുക്കുമ്പോൾ ആനന്ദം ഉണ്ടാവണത് അയാൾ കാണും, അതുകൊണ്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. നോക്കണം, ഇത് ഒരുതരം സ്വാർത്ഥത. ആ സ്വാർത്ഥത നിസ്വാർത്ഥതയിലേക്ക് നയിക്കും. ഈ സ്വാർത്ഥതയുള്ളവരാണ് മഹാത്മാക്കളൊക്കെ. ഈ സ്വാർത്ഥത ഉള്ളത് കൊണ്ട് അവർ ലോകത്തിലെ ഏറ്റവും നിസ്വാർത്ഥരായിട്ടിരുന്നു മറ്റുള്ളവരുടെ കണ്ണില്. പക്ഷെ അവർ ചെയ്തിരുന്നത് എന്താ? ഉള്ളിലുള്ള ഈ ശാന്തി, നിശ്ചലത ചലിക്കാൻ അനുവദിക്കാതെ വെച്ചുകൊണ്ടിരുന്നു. അതാണ് അവർ ചെയ്ത പണി, യോഗസ്ഥിതി. അവരെയാണ് സ്ഥിതപ്രജ്ഞൻ എന്നൊക്കെ ഭഗവാൻ പറയണത്. അതിന് സങ്കല്പ ബലം വേണം, ഹൃദയ ബലം വേണം. ആ ഹൃദയ ബലം പോരെങ്കിൽ ദുഃഖം വരും. അതാണ് ഭഗവാൻ പറയണത്, ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്ത്വ ഉത്തിഷ്ഠപരന്തപ. ഈ ആണും പെണ്ണും കെട്ടവനെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കാതെ ദുഃഖിക്കാതെ നിശ്ചയിക്കാം. അതാണ് ഉത്തിഷ്ഠ. ഉത്തിഷ്ഠ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ജീവിതത്തിന് വലിയ അർത്ഥമുണ്ട് എന്ന് കണ്ടെത്തൂ എന്ന്. അതാണ് ഉത്തിഷ്ഠ. എന്നിട്ടോ വീണ്ടും ആ കുഴിയിൽ വീഴാതെ നോക്കൂ, അതാണ് ജാഗ്രത. മുമ്പുണ്ടായിരുന്നില്ലേ മനസ്സിന്റെ ചാഞ്ചല്യ രൂപമായ വിഷമസ്ഥിതി, അതിലേക്ക് വീണ്ടും വീഴാതെ നോക്കണത് ജാഗ്രത. വലിയ ഉയർന്ന ഒരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യം എന്താ? വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ അല്ല. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ പൂർണ്ണമായ അമൃതം പോലെയുള്ള ആനന്ദം ഹൃദയത്തിൽ തെളിഞ്ഞു വരണം. ആനന്ദരൂപം അമൃതം യത് വിഭാതി. ആനന്ദം തെളിഞ്ഞു വരണം ഹൃദയത്തിൽ, ശാന്തി തെളിഞ്ഞു വരണം. അത് തെളിഞ്ഞു വരണമെങ്കിൽ എന്തു വേണം? ബലം വേണം, വീര്യം വേണം. അനാവശ്യമായി എനർജി സ്കാറ്ററായി പോകരുത്. കഴിയുന്നതും അതിനു വേണ്ടി എനർജി കൺസർവ് ചെയ്യുക, ഊർജത്തിനെ പിടിച്ചു നിർത്തുക എല്ലാവിധത്തിലും. എന്നുവെച്ചാലോ അനാവശ്യമായ കർമ്മങ്ങളോ വിക്ഷോഭങ്ങളോ ഇല്ലാതിരിക്കുക എന്നർത്ഥം. കോൺഫ്ലിക്റ്റ് ഇല്ലാതിരിക്കുക എന്നർത്ഥം. നമ്മളുടെ അധിക ഊർജവും ഉള്ളിന്ന് പോണത് കോൺഫ്ലിക്റ്റാണ്. പുറമേക്ക് നടക്കുന്ന വസ്തുക്കളോടുള്ള റെസിസ്റ്റൻസ്, പുറമേക്ക് നടക്കുന്ന ഓരോ സംഭവത്തിനോടുള്ള ഇന്നർ റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസിൽ എനർജി പോയിക്കൊണ്ടേയിരിക്കും. അല്ലാതെ ഊർജം നഷ്ടപ്പെടുന്നത് വേറെ വിധത്തിലൊന്നുമല്ല. ഊർജം നഷ്ടപ്പെടാൻ മൂല കാരണം ഈ ഉള്ളിലുള്ള ഈ ദ്വൈത ചലനം. അതായത് വെളിയിലൊന്ന് ഉള്ളിലൊന്ന്, ഇത് രണ്ടും കൂടെ ഉള്ള ഷണ്ഡ. അപ്പൊ എന്താ? ഊർജം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും, തളരും. അതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെടാത്ത സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ നടന്നാൽ വിഷമിച്ച് രാത്രി ആവുമ്പോഴേക്കും തളർന്നു പോകും, കുഴഞ്ഞു പോകും. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അർജുന എഴുന്നേക്ക, ക്ലൈബ്യം ആസ്മഗമഃ പാർത്ഥ നൈതത്വൈ ഉപപദ്യത. തനിക്കിത് ചെയ്തില്ല. അർജുനനെ പരംതപ എന്ന് വിളിക്കുന്നു. പരന്തപൻ എന്നുള്ളതിന് രണ്ടർത്ഥം. ഒന്ന് ശത്രുക്കളെ ജയിച്ചിട്ടുള്ളവൻ, തപിപ്പിക്കുന്നവൻ അർത്ഥം. മറ്റൊന്ന് പരമമായ തപസ് ചെയ്തിട്ടുള്ളവനെ എന്നർത്ഥം. പാശുപതം നേടിയെടുക്കാനും മറ്റു പല കാര്യത്തിനുമായി അർജുനൻ ഒരുപാട് തപസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തപസ് അർജുനന് പുതിയതൊന്നുമല്ല. തപശക്തി അർജുനന് നല്ലവണ്ണമുണ്ട്. ആ തപസ്സിനെ ഇപ്പൊ അല്പം ഒന്ന് ആത്മാഭിമുഖമായിട്ട് തിരിച്ചുവിടണം, അത്രയേ ഉള്ളൂ. തപസ് എന്ത് ചെയ്തു? ഭൗതിക പദാർത്ഥങ്ങൾക്ക് വേണ്ടി ആളുകളൊക്കെ തപസ് ചെയ്യണില്ലേ? ശാസ്ത്രജ്ഞന്മാരൊക്കെ തപസ് ചെയ്തിട്ടല്ലേ ഓരോന്ന് പുതിയതായിട്ട് കണ്ടുപിടിക്കണത്, അല്ലേ? അതൊക്കെ തപസ്സല്ലേ? തപസ് എന്ന് പറയുന്നത് പഴയ കാലത്തെ ഉണ്ടായിരുന്നുള്ളൂ വിചാരിക്കണ്ട. ഇന്ന് ഓരോരുത്തരും ഓഫീസിൽ പോയി തപസ്സാണ് ചെയ്യണത്. രാവിലെ 6 മണിക്ക് പുറപ്പെട്ടാൽ രാത്രി 12 മണി വരെ പ്രവൃത്തി. ജീവിതം മുഴുവൻ എങ്ങനെ പ്രവൃത്തി, അവസാനം റിട്ടയർ ആവുമ്പോൾ ഒന്നുമില്ല, ഊർജമൊക്കെ പോയി, പ്രവർത്തിച്ചു. അതൊരു തപസ്സാണ്. എന്തിനു വേണ്ടി? അവർക്ക് ഭൗതികമായി നേട്ടം ഉണ്ടാവേണ്ടതിൽ. അതൊന്നും കുറ്റമില്ല, അല്ലേ? അവരുടെ സങ്കല്പത്തിനനുസരിച്ച് അവർ നിരന്തരം പ്രവർത്തിച്ചിട്ട് ഭൗതികമായി പല ഉയർന്ന നേട്ടങ്ങളും അവർ ഉണ്ടാക്കണം. അതൊരു തപസ്സാണ്. അങ്ങനെ ചെയ്യുന്നവരിൽ നമുക്ക് കാണാം നല്ല എനർജിയുണ്ട്, ഊർജമുണ്ട്. അതേ ഊർജം പരിപൂർണമായിട്ട്
ഉള്ളിലേക്ക് തിരിയോ? എന്നാൽ അത് യോഗശാസ്ത്രമായി. അതിനു പേരാണ് യോഗശാസ്ത്രം. യോഗശാസ്ത്രം എന്താണ്? ഭൗതികശാസ്ത്രവും യോഗശാസ്ത്രത്തിന് രണ്ടിനും ഉള്ള ഊർജം, പ്രാണശക്തി ഒന്ന് തന്നെ. പുറമേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഊർജം, പ്രാണശക്തി, ചിത്തവൃത്തി, വൃത്തിപ്രവാഹം. ആ വൃത്തിപ്രവാഹം മുഴുവൻ അന്തർമുഖമായിട്ട് തിരിയുന്നു. അന്തർമുഖമായിട്ട് തിരിഞ്ഞാൽ എന്തു ചെയ്യും? അത് എവിടെ നിന്ന് പൊന്തണോ അവിടേക്ക് തന്നെ തിരിയും. അതിൻ്റെ സോഴ്സിലേക്ക് തന്നെ തിരിയും ഊർജം മുഴുവൻ ഉള്ളിലേക്ക് തിരിയുമ്പോൾ വിപരീതീകരണം, അതാണ് നിവൃത്തി മാർഗം എന്ന് പറയുന്നത്. പ്രവൃത്തിയും നിവൃത്തിയും. അല്ലാതെ സന്യാസം സ്വീകരിച്ചാൽ നിവൃത്തി മാർഗം എന്ന് എളുപ്പത്തിൽ പറഞ്ഞാൽ പോരാ. പ്രവൃത്തി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ ചിത്തവൃത്തികളുടെ ബഹിർമുഖമായ ചലനം. നിവൃത്തിയോ ഈ പുറമേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്ന ചിത്തവൃത്തികൾ പ്രത്യാഹാരം, ഉള്ളിലേക്ക് തിരിയുന്നു. അപ്പൊ നിവൃത്തി. അതിന് വളരെയധികം ബലം വേണം, ശക്തി വേണം. അതിന് ഏറ്റവും വലിയ ശക്തി എന്താ? വളരെയധികം ആലോചിച്ചു നോക്കിയിട്ട് അതിലൊരു റിസർച്ച് ചെയ്തിട്ട് കണ്ടെത്തിയത് ഇതാണ്: ഈ ജീവൻ സങ്കല്പിക്കണം. അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണത്. അല്ലെങ്കിൽ ഒന്നും നടക്കില്ല, ഒരു ടെക്നിക്ക് കൊണ്ട് നടക്കില്ല. ഈ ജീവൻ സങ്കല്പിക്കണം. സങ്കല്പിച്ചാൽ, അതായത് സ്വാർത്ഥതയോടെ സങ്കല്പിക്കുക. എനിക്ക് ഈ ജന്മത്തിൽ തന്നെ സ്വതന്ത്രനാവണം, വേറെ ഒന്നുമല്ല, സ്വതന്ത്രനാവണം. ശരീരത്തിൻ്റെ സ്വാതന്ത്ര്യമല്ല. ശരീരത്തിൻ്റെ സ്വാതന്ത്ര്യമല്ല, ശരീരത്തിൻ്റെ പിടിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, മനസ്സിൻ്റെ പിടിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഇന്ദ്രിയങ്ങളുടെ പിടിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം എനിക്ക് വേണം, ശാന്തി എനിക്ക് വേണം, പരിപൂർണമായ ആനന്ദം, പൂർണ്ണത, അത് ഈ ജന്മത്തിൽ തന്നെ വേണം എന്ന് സങ്കല്പിച്ച് ഉറപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിലൊരു കാര്യമുണ്ട്. ഈ ഉറപ്പിക്കുന്നതിന് ആളുകൾ കുറേയധികം ഈ ലോകത്തിൽ ദുഃഖം കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം ഉറയ്ക്കും. അതാണ് ദുഃഖാനി ആലോക്യ ജന്തുഷു അലമുദിത വിവേകോഹം എന്നൊക്കെ ഭട്ടതിരിയൊക്കെ പറഞ്ഞു. ആചാര്യവർയാതി ലബ്ധ്വാ ത്വദ്രൂപതത്വം ഗുണചരിതകഥാതി ഉദ്ഭവത് ഭക്തിഭൂമ മായാമേനാം തരിത്വാ പരമസുഖമയേ ത്വത്പദേ മോദിതാഹേ തസ്യായം പൂർവരംഗ പവനപുരപതേ നാശയാശേഷരോഗാൻ. അപ്പോ ദുഃഖം, ലോകത്തിൽ ദുഃഖം ഉണ്ടെന്ന് കാണുമ്പോൾ വിവേകത്തോടുകൂടെ ദുഃഖം ഉണ്ടെന്ന് കാണുമ്പോൾ പതുക്കെ നമ്മളുടെ ഉള്ളിൽ വൈരാഗ്യം വരും. ദുഃഖ സംയോഗ വിയോഗം. ദുഃഖത്തിന് കാരണം എന്താ? ദുഃഖം തരുന്ന വസ്തുക്കളോടുള്ള അറ്റാച്ച്മെന്റ്. അതങ്ങോട്ട് വിട്ടാൽ, വസ്തുക്കൾ ദുഃഖിപ്പിക്കുന്നു എന്ന് കണ്ടു, ദുഃഖിപ്പിക്കുന്ന വസ്തുക്കളെ ഉള്ളുകൊണ്ട് ഉപേക്ഷിച്ചാൽ സമാധാനം. ആ സമാധാനം തന്നെ യോഗം. ദുഃഖ സംയോഗ വിയോഗം യോഗസംജ്ഞിതം എന്നാണ് ഭഗവാന്റെ ഡെഫിനിഷൻ. ദുഃഖവസ്തുക്കൾ, ദുഃഖിപ്പിക്കുന്ന വസ്തുക്കൾ ഉപേക്ഷിക്കപ്പെട്ടാൽ, ഉള്ളുകൊണ്ട് ഉപേക്ഷിച്ചാൽ മതി, പുറമേക്കല്ല. പുറമേക്ക് എല്ലാം ഉപേക്ഷിക്കാൻ ആർക്കും സാധ്യമല്ല. ഉള്ളുകൊണ്ട് ഉപേക്ഷിച്ചാൽ ശാന്തി, റിലീസ്, അതൊന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രീഡം. ആ യോഗസ്ഥിതി അത് വരണമെങ്കിൽ വൈരാഗ്യം, വിവേകം, വൈരാഗ്യം. വിവേകവും വൈരാഗ്യവും ഉണ്ടെങ്കിൽ രണ്ട് ചിറക് പോലെയാണ്. പക്ഷിക്ക് ആകാശത്തിൽ പറക്കാനുള്ള ചിറക് പോലെ ജീവന് ആത്മസാക്ഷാത്കാരത്തിലേക്ക് പറക്കാനുള്ള രണ്ട് ചിറകുകളാണ് വിവേകവും വൈരാഗ്യവും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മളുടെ ദുഃഖമൊക്കെ തന്നെ യോഗമായിട്ട് മാറും, വിഷമമൊക്കെ തന്നെ യോഗമായിട്ട് മാറും. ഈ ഹൃദയ ദൗർബല്യം ബലമായിട്ട് മാറും. ബലത്തിന് മൂലകാരണം അതാണ്. ശുഭേച്ഛ, വേദാന്തികളും പറയുന്നത് അതാണ്. ആദ്യത്തെ ഭൂമിക ഈ ജീവൻ നിശ്ചയിക്കണു അത്രേ, എനിക്ക് മതി, ലോകത്തിൽ ഞാൻ ഒരുപാട് കണ്ടു അല്ലേ. അത് വളരെ പ്രധാനമായ ഒരു ഘട്ടമാണ്. 90-95 വയസ്സായാലും വരണില്ല. ആ വിഡ്ഢിപ്പെട്ടിയുടെ മുമ്പിലിരിക്കും, കയ്യിൽ ജപമാലയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇരിക്കണത് എവിടെയാ? മഹിഷാസുരന്റെ മുമ്പിലിരിക്കും. വീട്ടിലുള്ള വിഷമം, പിന്നെയോ
അടുത്ത ദിവസം ആ സീരിയലിൽ എന്താവും എന്നുള്ള വിഷമം. അതൊരു വിഷാദം, വലിയ ടെൻഷനാണ്. പകല് മുഴുവൻ അത് കണ്ടാൽ രാത്രി സ്വപ്നത്തിലും അതല്ലേ വരുള്ളൂ അല്ലേ? നമ്മളുടെ സ്വപ്നം, സ്വന്തം സ്വപ്നം പോട്ടെ, അവർ കാണിക്കുന്ന സ്വപ്നവും നമ്മൾ എടുക്കുകയാണ്. നമ്മളുടെ കൂടെ ഭാഗവതം വായിക്കാൻ വരുന്ന ഒരാൾ പറഞ്ഞു, അടുത്ത വീട്ടിൽ രണ്ടുപേര് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അയാൾ ഭാര്യയെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോയല്ലോ, വലിയൊരു തെറ്റാണ് അയാൾ ചെയ്തത് എന്നൊക്കെ പറഞ്ഞു ഒരു കഥ ആരുടെയോ സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇയാൾ വിചാരിച്ചു ആരെക്കുറിച്ചോ ഗ്രാമത്തിലുള്ളവരെ കുറിച്ച് വർത്തമാനം പറയാന്ന്. പോയി ചോദിച്ചപ്പോൾ ഉച്ചയ്ക്ക് ഓടണ സീരിയലിലെ കഥയാണ്. ഗംഭീരമായ വർത്തമാനം, നാളേക്ക് എന്ത് സംഭവിക്കും. ഇതിങ്ങനെ മനസ്സിൽ ഭാവന ചെയ്താൽ നോക്കണം, നമ്മൾ വളരെ ലാഘവത്തോടെ കാണുന്ന ഒരു കാര്യം. ഏതോ ഒരു ദിവസം ഒന്ന് കണ്ടു, മാസത്തിലൊരു സിനിമ കണ്ടു എന്ന് വെച്ചാൽ പോട്ടെ എന്ന് പറയാം. ഇവര് 365 ദിവസവും ഇന്ന് ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തി, നാളെ തുടങ്ങി, നാളെ നിർത്തി, മറ്റന്നാളെ തുടങ്ങി. അവർ നിർത്തുമ്പോൾ എവിടെ നിർത്തും? നാളെ നിങ്ങൾ എങ്ങനെയാണെങ്കിൽ കാണുമോ അതുപോലെ നിർത്തും അല്ലേ? അപ്പൊ അടുത്ത ദിവസം വരെ അൺകോൺഷ്യസ് ആയിട്ട് അതിനെക്കുറിച്ചുള്ള ഭാവന. ഇതിങ്ങനെ ഉള്ളിൽ എടുത്തെടുത്ത് ഭാവനാമയമായ ലോകത്തിൽ മുഴുവൻ ഇതിലെ കഥാപാത്രങ്ങളൊക്കെ വന്ന് നിൽക്കും. അപ്പോ വീട്ടിലുള്ളവരെ കുറിച്ചോ കുടുംബകാര്യത്തിനെ കുറിച്ചോ പോലും നമ്മൾ ഇത്രയൊന്നും ചിന്തിക്കില്ല അല്ലേ? ഇതിലുള്ള അത്ര ചിന്തിക്കില്ല. അതൊക്കെ വന്നിട്ട് പോകും കാഷ്വലായിട്ട്, ഒന്നും കണ്ടിന്യൂറ്റി ഇല്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ കണ്ടാൽ അത് നല്ലവണ്ണം ദൃഢമാവും. ഉള്ളിൽ ദൃഢമായിട്ട് മരണസമയത്ത് ഈ ചിത്രങ്ങളൊക്കെ മുമ്പിൽ പൊന്തി വരും. മാറ്റാൻ പറ്റാത്ത നിയമം അത്. ആർക്കും, ഒരു ഈശ്വരനും മാറ്റാൻ പറ്റില്ല. കാരണം ഈശ്വരനാണ് ഇത് പറയണത്. യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തം തമേവൈതി കൗന്തേയ സദാ തദ്ഭാവഭാവിത. സങ്കല്പത്തിനെ വളർത്തി, സങ്കല്പം തികച്ചും ശാസ്ത്രീയമാണല്ലോ അത്. സങ്കല്പത്തിനെ വളർത്തി സങ്കല്പ ലോകത്തിൽ എന്തൊക്കെ ഉണ്ടോ അതിന് അനുസരിച്ച് മരണസമയത്ത് പ്രബലമായ ഒരു സങ്കല്പം പൊന്തി വരും. പ്രബലമായി ഏതെങ്കിലും ഒരു സങ്കല്പം പൊന്തി വരും. ആ സങ്കല്പം പ്രാണവായു അതിനെ അപഹരിച്ചുകൊണ്ട് അടുത്തൊരു ശരീരത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോ ഈ സങ്കല്പമൊക്കെ അല്ലേ പൊന്തി വരിക. ഞാൻ കുറ്റം പറയല്ല കേട്ടോ, ശാസ്ത്രീയമായ വിശകലനം. അപ്പൊ സങ്കല്പത്തിൽ വളരെ വളരെ ജാഗ്രതയായിരിക്കും. നമ്മളുടെ കയ്യിലിരിക്കണു മുക്തി. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധരേത് ആത്മനാത്മാനം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഭഗവാന്റെ വായു കൊണ്ട് അങ്ങനെ പറയില്ലായിരുന്നു. രമണ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു, ഹൗ ടു റിയലൈസ് ദ സെൽഫ് ചോദിച്ചു. അതിന് മഹർഷി പറഞ്ഞത്, ഡിസർവ് ഇറ്റ് ആൻഡ് ഓൺ ഇറ്റ്. അതിന് അർഹത നേടൂ, നിങ്ങൾക്കത് കിട്ടും. അർഹത എന്താ? അല്ലെങ്കിൽ തന്നുകളയാന്ന് പറയുമല്ലോ അല്ലേ? അർഹത എന്താ? ഈ ജീവന്റെ ഭാഗത്തു നിന്നുള്ള അർഹത എന്താ? സങ്കല്പത്തിൽ ജാഗ്രതയായിട്ടിരിക്കുക. ശരീരത്തിൽ പോലും പറഞ്ഞില്ല, കുടുംബത്തിനെ ഉപേക്ഷിക്കാൻ പറഞ്ഞില്ല, പുറമേക്ക് ഒന്നും ഉപേക്ഷിക്കാനോ തള്ളിക്കളയാനോ ഒന്നും പറഞ്ഞില്ല. പക്ഷെ പുറമേക്കുള്ള കർമ്മപരിപാടികളെ ഒരു പ്രത്യേക വിധത്തിൽ അറേഞ്ച് ചെയ്ത് നിർത്തണം. എങ്ങനെയായാൽ നമ്മളുടെ ഉള്ളിലേക്ക് അവ കയറില്ലയോ അങ്ങനെ. സങ്കല്പ ലോകത്തിൽ കയറാത്ത വിധത്തിൽ ലോകത്തിൽ വ്യവഹരിച്ചാൽ കുഴപ്പമില്ല. രാമകൃഷ്ണ പരമഹംസർ പറയും, വെള്ളത്തിൽ വെള്ളം കിടന്നാൽ കുഴപ്പമില്ല, പക്ഷെ വള്ളത്തിൽ വെള്ളം കയറിയാൽ വെള്ളം മുങ്ങും. വെള്ളത്തിൽ കിടന്നാൽ കുഴപ്പമില്ല, പക്ഷെ വള്ളത്തിലേക്ക് വെള്ളം കയറാൻ പാടില്ല. നമ്മൾ ലോകത്തിലിരുന്നാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഈ ലോകം അനുസ്യൂതം നോക്കണം. ലോകത്തിലൊന്നും പ്രവർത്തിക്കാതെ ഒരു വീട്ടിലിരിക്കുന്നവരാണ് ഈ ലോകത്തിനെ തിന്നണത്. ഭുജിക്കുകയാണ് വിഷയങ്ങളെ. അതിങ്ങനെ ഉള്ളിൽ കയറി സങ്കല്പ ലോകത്തിൽ സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഒരു സങ്കല്പത്തിനെയും, ഇതൊക്കെ ഓരോ പോയിന്റേഴ്സാണ്. ഒരു സങ്കല്പത്തിനെയും, സങ്കല്പം വരുന്നത് തെറ്റല്ല. അപ്പൊ നിങ്ങളെയൊക്കെ ഞാൻ കണ്ടു, വർത്തമാനം പറഞ്ഞു, ഓർത്തു, ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഏതെങ്കിലും ഒന്ന്, ഇപ്പൊ ഇവിടെ ആരെയോ ഒരാളെ കണ്ടു, പോകുമ്പോൾ ഇന്ന് രാത്രി മുഴുവൻ ഞാൻ അവരെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക, അത് ആപത്താവും. ഇങ്ങനെ ഒരു സങ്കല്പവും തുടർന്നു വരാൻ അനുവദിക്കാതെ പരിശീലിച്ചാൽ മതി.
മനസ്സിന് ബലം കുറഞ്ഞു. മനസ്സിന് ബലം കുറഞ്ഞാൽ ആത്മബലം കൂടും. സങ്കല്പത്തിന്റെ ബലം കുറഞ്ഞാൽ എന്ന് വെച്ചാൽ ലൗകിക സങ്കല്പത്തിന്റെ ബലം കുറഞ്ഞാൽ വീര്യം കൂടും. വേണമെങ്കിൽ നോക്കിക്കൂടാ, ചിത്തവൃത്തി കുറയും തോറും ആൾക്ക് ഉത്സാഹം കൂടും. ചിത്തവൃത്തി കൂടും തോറും ആള് കുഴഞ്ഞു വരും, തളർന്നു വരും. നമ്മളിപ്പോ സത്സംഗത്തിൽ ഇരുന്ന് പോകുമ്പോൾ നല്ല ഉത്സാഹം തോന്നണമെന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇവിടുന്ന് എന്തെങ്കിലും മനസ്സിലാക്കണതല്ല, ചിത്തവൃത്തികളില്ലാതെ കുറച്ചു നേരത്തേക്ക് ഇരുന്നു. ചിത്തവൃത്തികളില്ലാതെ ഇരുന്നാൽ ടോണിക്ക് കുടിച്ച പോലെ ഉണ്ടാവും. അതാണ് പതഞ്ജലി മഹർഷി യോഗ ചിത്തവൃത്തി നിരോധ, ചിത്തവൃത്തി നിരോധം. യോഗസൂത്രം അതോടെ അവസാനിച്ചു, അധികമൊന്നും പഠിക്കാനില്ല. ചിത്തവൃത്തി നിരോധ. അപ്പൊ ഈ ചിത്തവൃത്തിയിൽ ജാഗ്രതയോടെ ഇരിക്കുക, വൃത്തിചലനം ജാഗ്രതയോടെ ഇരിക്കുക. ആ വൃത്തിചലനം കുറയും തോറും ബലം കൂടും. നമ്മൾ ജപം ചെയ്യുന്നതും ഒക്കെ അതിനു വേണ്ടിയിട്ടാണ്. നാമജപം ചെയ്യുന്നത് എന്തിനാണ്? അനേക വൃത്തിയായി അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിനെ ഏതെങ്കിലും ഒരു മന്ത്രത്തിലോ ഒരു രൂപത്തിലോ നിർത്തിക്കൊണ്ടേയിരിക്കുക, പതിച്ചുകൊണ്ടേയിരിക്കും. അതല്ലേ ചെയ്യണം. ആന റോട്ടിൽ നടക്കുമ്പോൾ തുമ്പിക്കൈയിൽ വല്ലതും പിടിക്കാൻ കൊടുത്താൽ അത് തുമ്പിക്കൈ ആട്ടാതെ പോകും, അല്ലെങ്കിലോ അടുത്തുള്ള കടയിലൊക്കെ കൈവയ്ക്കും. അതുപോലെ ഈ മനസ്സ് സദാ ചപലമായിട്ടിരിക്കുന്ന മനസ്സിനെ ഒരു രൂപത്തിലോ നാമത്തിലോ നിർത്തുന്നു, പരിശീലിക്കുന്നു. എന്തിനാ? ആ രൂപത്തിലോ നാമത്തിലോ നിർത്താൻ വേണ്ടി മാത്രമല്ല, മറ്റു വൃത്തികൾ ഉണ്ടാവാതിരിക്കും. വൃത്തിപ്രവാഹത്തിന് ഒരു തടസ്സം. ചിത്തവൃത്തികൾ കുറയുമ്പോൾ, വിചാരങ്ങൾ കുറയുമ്പോൾ ഊർജം നിറയും ഉള്ളിൽ. മനസ്സ് നല്ല ഊർജസ്വലമായിട്ട് തീരും, ഹൃദയം. അപ്പൊ ബലം വരും. അതാണ് ഹൃദയ ബലം. ഇപ്പൊ അർജുനന് എന്തു പറ്റി? വിഷാദം ഉണ്ടായി അല്ലേ? കരഞ്ഞു, വിഷമിച്ചു. അപ്പൊ പ്രവാഹമാണ്, സങ്കല്പത്തിന്റെ പ്രവാഹം, ദുഃഖത്തിന്റെ പ്രവാഹം. ആ ദുഃഖത്തിന്റെ പ്രവാഹം വന്നപ്പോ എന്തായി? തളർന്നു പോയി. അതാണ് ഭഗവാൻ പറയണത്, ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. അർജുന, തനിക്ക് യോജിച്ചതല്ല. നൈതത്വൈ ഉപപദ്യതേ. ഇത് തന്നിൽ കാണാൻ പാടില്ലാത്തതാണ്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്ത്വാ ഉത്തിഷ്ഠ പരന്തപ. കഠോപനിഷത്ത് കൃഷ്ണൻ നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ കഠോപനിഷത്തിലെ അനേക മന്ത്രങ്ങൾ ഭഗവാൻ 2-ാം അധ്യായത്തിൽ ഉദ്ധരിക്കും. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത, ക്ഷുരസ്യധാരാ നിശിതാ ദുരത്യയ, ദുർഗം വധസ്തത് കവയോ വദന്തി. അല്ലേ? പ്രസിദ്ധമായ മന്ത്രം ഉത്തിഷ്ഠത, ജാഗ്രത. ഉപനിഷത്ത് തന്നെ പറയുന്നത് ഉത്തിഷ്ഠത, ഉണരൂ. ഉണരുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ജീവിതത്തിന് പരമമായ ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളത് അറിയൂ. ജാഗ്രത, ജാഗ്രത എന്താ? വീണ്ടും അങ്ങോട്ട് വീണു പോവാതെ സൂക്ഷിച്ചോളാം. ഒരു ചളിക്കുണ്ടിൽ നിന്ന് കരകയറിയിരിക്കണു, വീണ്ടും ചാടരുത്, സൂക്ഷിച്ചോളാം. എന്താ ചളിക്കുണ്ട്? ചളിക്കുണ്ട് പുറത്തൊന്നുമില്ല, നമ്മളുടെ ഉള്ളിലുണ്ട് ചളിക്കുണ്ട്, സങ്കല്പരൂപത്തിലുള്ള ചളിക്കുണ്ട്. അത് പറ്റിച്ചുകൊണ്ടേയിരിക്കും നമ്മളെ, അല്ലേ? പറ്റിച്ചുകൊണ്ടേയിരിക്കും. ആ സങ്കല്പരൂപത്തിലുള്ള ചളിക്കുണ്ടെന്ന് പുറത്തേക്ക് കയറിയിരിക്കുന്നു. ഇനി വീഴാതെ നോക്കിക്കൊള്ളാം, ജാഗ്രത. എങ്ങനെ വീഴാതിരിക്കാൻ പറ്റും? നമ്മളുടെ കരുത്ത് കൊണ്ട് പറ്റുമോ എന്ന് വെച്ചാൽ പ്രാപ്യവരാൻ നിബോധത. വ്യക്തമാണ് മന്ത്രം. ആദ്യം ഉണരുക, ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്, നിശ്ചയിക്കൂ, ജാഗ്രതയായിട്ടിരിക്കൂ. എന്ന് വെച്ചാൽ ഇനി മേലെ ചളിയാക്കാതെ, പുതിയ ചളിയൊന്നും കയറ്റാതിരിക്കൂ. ഇനി ഉള്ളിൽ ഉള്ള ചളി പോയിട്ട് പൂർണ്ണത കൈവരാൻ എന്തു വേണം? പൂർണ്ണത കണ്ടെത്തിയിട്ടുള്ളവരിൽ നിന്നും അതിൻ്റെ രഹസ്യം കേട്ടു മനസ്സിലാക്കൂ, ശ്രവിക്കൂ. പ്രാപ്യ വരാന് നിബോധത, ബോധം ഉണ്ടാക്കിയെടുക്കൂ, പ്രബുദ്ധരായിത്തീരൂ എന്നാണ്. പ്രാപ്യവരാൻ നിബോധത. ക്ഷുരസ്യധാരാ നിശിതാ ദുരത്യയ. വാൾത്തലയിൽ നടക്കണ പോലെ ഉള്ളതാണ് ഈ മാർഗം. എന്താ വാൾത്തല എന്ന് വെച്ചാൽ ശ്രദ്ധയാണ് ജ്ഞാനത്തിന് മുഖ്യമേ. ശ്രദ്ധ. ജ്ഞാനത്തിന് സാധനയല്ല മുഖ്യം, ജ്ഞാനത്തിന് അനുഷ്ഠാനങ്ങളൊന്നുമല്ല മുഖ്യം. ജ്ഞാനത്തിന് മുഖ്യം അറ്റൻഷനാണ്. അറ്റൻഷൻ എവിടെ എന്ന് വെച്ചാൽ ചിത്തവൃത്തി ശൂന്യമാവുമ്പോൾ നമ്മളുടെ സ്വരൂപം തെളിഞ്ഞു കിട്ടും. ചിത്തവൃത്തി ശൂന്യമാകുമ്പോൾ, ചിത്തവൃത്തികൾ നിലയ്ക്കുമ്പോൾ, കുളത്തിലുള്ള ചണ്ടി നീക്കുമ്പോൾ അടിയിലുള്ള വെള്ളം കാണും. അതുപോലെ ചിത്തവൃത്തികളെ ഒന്ന് മാറ്റി നിർത്തുമ്പോൾ
അടിയിലുള്ള കുളിർമയോടുകൂടെ ഉള്ള സ്വരൂപം പ്രകാശിക്കും. നമ്മളുടെ യഥാർത്ഥമായ സ്വരൂപം എന്തോ അത് അല്പമൊന്ന് തെളിയും. അതിൽ ശ്രദ്ധ പതരാതെ നിൽക്കുക എന്നുള്ള ഒരൊറ്റ സാധനയെ ചെയ്യാനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചുറ്റിയും വളഞ്ഞ് അതേ വിഷയത്തിലേക്ക് വരണത്. അല്ലെങ്കിൽ ഇപ്പൊ ഈ ക്ലൈബ്യം മാസ്മകം ഓഫ് വാർത്ത പറയേണ്ട അടുത്ത് ഇതൊന്നും പറയാനില്ല. ചിലരൊക്കെ ചോദിക്കും, നിങ്ങൾ ഗീത പറയാൻ പുറപ്പെട്ട് പിന്നെയും ഒരേ വിഷയം വേദാന്തത്തിലേക്ക് വന്നുകൊണ്ടിരിക്കണമല്ലോ. ഈ ഒരൊറ്റ വിഷയമേ ഉള്ളൂ. നമ്മുടെ വൈദ്യലിംഗ ശർമ്മ മാഷ ഒരു കഥ പറയും. ഒരു കുട്ടിക്ക് എസ്സേ എഴുതാൻ പറഞ്ഞു അത്രേ സ്കൂളിൽ. അപ്പോൾ ഒറ്റ എസ്സേയെ കുട്ടിക്ക് അറിയുള്ളൂ, തെങ്ങിനെ കുറിച്ച്. അതേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ പരീക്ഷയ്ക്ക് പോയപ്പോൾ പശുവിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നു. അപ്പൊ പറഞ്ഞു, പശു 4 കാലുള്ള മൃഗമാണ്, പശുവിന് 2 കൊമ്പുണ്ട്, പശു പാല് കറക്കും, പശു വീട്ടിൽ വളർത്തുന്ന മൃഗമാണ്. ഇത്രയും പശുവിനെ കുറിച്ച് എഴുതി. പിന്നെ ഒന്നും ഓർമ്മ വരുന്നില്ല. പശുവിനെ നമ്മൾ തെങ്ങിൽ കെട്ടാറുണ്ട് എന്ന് പറഞ്ഞിട്ട് തെങ്ങിനെ കുറിച്ച്. അടുത്ത വർഷമെങ്കിലും തെങ്ങിനെ കുറിച്ച് ചോദിക്കുന്നു വിചാരിച്ച ചോദിച്ചത് കോഴിയെ കുറിച്ചാത്രേ. അപ്പൊ കോഴിയും തെങ്ങിനെയും എങ്ങനെ ബന്ധിപ്പിക്കും? അപ്പോ കോഴി മുട്ടയിടും, ഇത്രയേ അറിയുള്ളൂ. കോഴി രാവിലെ കൂവും. ഇത് കഴിഞ്ഞിട്ട് എങ്ങനെ തെങ്ങിനോട് യോജിപ്പിക്കും? എങ്ങനെയോ വളഞ്ഞു വരണം. അപ്പൊ പറഞ്ഞു, കോഴിയെ നമ്മൾ തെങ്ങിൽ കെട്ടാറില്ല എന്ന് പറഞ്ഞിട്ട് തെങ്ങിനെ കുറിച്ച്. അപ്പൊ എങ്ങനെയോ ചുറ്റി വളഞ്ഞ അന്വയ വ്യതിരേകം ഏതെങ്കിലും വഴിക്ക് വരണം എന്നാണ്. ഈ ഒരു വിഷയം ഗീത പോലും നമുക്കതൊരു ഉപായമാണ്. വിഷയം എന്താ? നമ്മളുടെ സ്വരൂപം തെളിഞ്ഞു കിട്ടണം. എനിക്കിത് പറയുമ്പോൾ എനിക്ക് അനുഭവം, നിങ്ങൾക്ക് കേൾക്കുമ്പോഴും ചിലപ്പോൾ അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കണം. ചിത്തവൃത്തികൾ വഴിവിട്ട് തരുമ്പോൾ, കുളത്തിലെ ചണ്ടി നീക്കുമ്പോൾ വെള്ളം കാണുന്ന പോലെ ചിത്തവൃത്തികൾ അങ്ങോട്ടിങ്ങോട്ട് വഴിമാറുമ്പോൾ ഉള്ളില് നമ്മളുടെ സ്വരൂപം ഒരു സമുദ്രം പോലെ മൗനഘനാമൃതാബ്ധി എന്നാണ് നാരായണ ഗുരുസ്വാമി പറയുന്നത്. മൗനഘനാമൃതാബ്ധി, ഘനീഭൂതമായ മൗനത്തിന്റെ, അമൃതസ്വരൂപമായ മൗനത്തിന്റെ ഒരു സമുദ്രം എന്നാണ്. അത് ഉള്ളിലങ്ങനെ അല്പം ഒന്ന് തെളിഞ്ഞു കിട്ടും. ആ തെളിഞ്ഞു കിട്ടിയതിൽ ശ്രദ്ധ പതിക്കണം എന്നാണ്. ചിത്തവൃത്തി നിൽക്കുമ്പോൾ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം മാത്രം ഉണ്ടാവും, അല്ലേ? ചിത്തവൃത്തികളൊക്കെ വഴിവിട്ട് തരുമ്പോൾ വിചാരമില്ലാതെ ഇരിക്കുന്ന ഒരു ക്ഷണം. ആ ക്ഷണത്തിൽ എന്തുണ്ട്? നിശ്ചലതത്വം. അതിലെന്തുണ്ട്? ആ നിശ്ചലതത്വത്തിൽ ഞാൻ ഉണ്ട്. എൻ്റെ സ്വരൂപം എന്താണ്? പൂർണ്ണത, ആനന്ദം, തൃപ്തി, ഉണ്മ, ശാന്തി. ഇങ്ങനെയൊക്കെ അതിനെ പറയാൻ പറ്റും. അത് ഉണ്മയാണ്, ഉള്ളതാണ്, ശാന്തിയാണ് അതിൻ്റെ സ്വരൂപം. നിർമ്മലമായ ഒരു സരസ് പോലെ അത് ഉള്ളിൽ തെളിഞ്ഞു കിട്ടും. അപ്പൊ അതിൽ ശ്രദ്ധ പതറാതെ നിൽക്കണം. പക്ഷെ നമ്മളുടെ മനസ്സുണ്ടല്ലോ, പലതും പറഞ്ഞുകൊണ്ട് വരും. അയ്യോ, ഇങ്ങനെ ഉണ്ടായാൽ മതിയോ, പൂജ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഹഠയോഗ സാധനകൾ ചെയ്യണ്ടേ, ഭാവനകളെയൊക്കെ കൊണ്ടുവരും. ലോകത്തിലുള്ള കർമ്മം ചെയ്യണ്ടേ. ആദ്യം മനസ്സ് പറ്റിക്കണത് എങ്ങനെയാ അറിയോ? നമുക്ക് ആ ശാന്തി ഊറി വരുമ്പോൾ മനസ്സ് പതുക്കെ വന്ന് പറയും, ഇതൊന്നും ശരിയായിട്ടുള്ളതല്ല കേട്ടോ, ഇത് അത്ര എളുപ്പത്തിലൊന്നും കിട്ടില്ല എന്ന് പറയും. അവിടെ തന്നെ നമ്മൾ പതറിപ്പോയി കളയും. യോഗവാസിഷ്ടത്തിൽ പറയുന്നുണ്ട്, ഒരാള് ചിന്താമണിക്ക് വേണ്ടി തപസ് ചെയ്തു അത്രേ. അപ്പൊ ആദ്യം തപസ് ചെയ്യാൻ കൈ കൂപ്പിയപ്പോൾ തന്നെ കയ്യിൽ ചിന്താമണി വന്നു വീണു. അപ്പൊ ഇയാൾ വിചാരിച്ചു ഇപ്പോഴല്ലേ തുടങ്ങി, അപ്പോഴേക്കും ചിന്താമണി കിട്ടുമെന്ന് വലിച്ചെറിഞ്ഞു അത്രേ. എന്നിട്ട് കഠോരമായിട്ട് തപസ് ചെയ്തപ്പോൾ ആരോ ഒരാള് കാക്കപ്പൊന്നെ അവിടെ കൊണ്ടുവച്ചു, അത് ചിന്താമണിയാണെന്ന് പറഞ്ഞ് എടുത്തോണ്ടും പോയി എന്നാണ്. എളുപ്പത്തിൽ കിട്ടിയാൽ വിശ്വാസം വരില്ല. എളുപ്പം ആയിട്ട് കിട്ടുന്ന ഒരു സാധനം എന്താ? ആത്മാ. കാരണം എന്താ? ആത്മാ കിട്ടിയിട്ടുള്ള വസ്തുവാണ്, അത് കിട്ടേണ്ട വസ്തുവല്ല. ആചാര്യസ്വാമികൾ പറയുന്നത്, ആത്മാതു ന ഉത്പാദ്യം ന വികാര്യം ന സംസ്കാര്യം കർത്തൃഭോക്തൃരൂപം വാ. ആത്മാ ഉത്പാദിപ്പിക്കേണ്ട വസ്തുവല്ല, എന്തെങ്കിലും സംസ്കരിച്ചിട്ട് നേടേണ്ട വസ്തുവല്ല,
കർത്തൃത്വ ഭോക്തൃത്വ ഭാവം കൊണ്ട് നേടേണ്ടതല്ല. സദാസിദ്ധമായ ബോധഗനമായ വസ്തു, തെളിഞ്ഞിരിക്കുന്ന നമ്മളുടെ സ്വരൂപം. പക്ഷേ അതിനെ ഇപ്പം മനസ്സ് മറച്ചിരിക്കണം അല്ലേ? ചിത്തവൃത്തികൾ മറച്ചിരിക്കുന്നു. മേഘം സൂര്യനെ മറയ്ക്കണ പോലെ. പക്ഷെ വാസ്തവത്തിൽ മേഘം സൂര്യനെ മറയ്ക്കണുണ്ടോ? മേഘം സൂര്യനെ മറയ്ക്കണുണ്ടോ? മേഘം സൂര്യനെ ഒന്നും മറയ്ക്കണില്ല, നമ്മളുടെ കണ്ണിനെയാണ് മറയ്ക്കണത്. മേഘം സൂര്യനേക്കാളും എത്രയോ ചുവട്ടിലാണ്. പ്ലെയിനിൽ പറന്നാൽ മേഘം ചുവട്ടിൽ കാണും. അപ്പൊ സൂര്യനെ ഒന്നും മറയ്ക്കണില്ല. മേഘം നമ്മളുടെ കണ്ണിന്റെ അടുത്താണ്, സൂര്യന്റെ അടുത്തല്ല. പക്ഷെ നമ്മൾക്ക് തോന്നുന്നു ഈ ചെറിയ മേഘം വലിയ സൂര്യനെ മറച്ച പോലെ. അതുപോലെ ചിത്തവൃത്തികൾ, കാമം, ക്രോധം, അജ്ഞാനം, ഈ ചിത്തവൃത്തികളൊക്കെ ആത്മാവിനെ അല്പനേരത്തേക്ക് മറച്ചു പിടിക്കണ പോലെ ഒരു പ്രതീതി. പക്ഷേ എനിക്ക് കോപമുണ്ട്, കാമമുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഈ കാമം കോപമൊക്കെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? ആരറിഞ്ഞു? ഈ മൈക്കിന് അതൊന്നും വരുന്നില്ലല്ലോ. മൈക്ക് ജഡമായി, മൈക്കിന് താനുണ്ടോന്നും അറിയില്ല അല്ലെ? നമ്മളാണ് മൈക്ക് ഉണ്ടെന്ന് പറഞ്ഞു. മൈക്കിന് ഞാൻ മൈക്കാണ് ഇവിടെ ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ എനിക്കറിയാം ഞാൻ ഉണ്ടെന്ന്. അപ്പൊ ആർക്ക് തൻ്റെ ഉണ്മ അനുഭവപ്പെടുന്നുണ്ടോ അയാളുടെ ആ അസ്തിത്വത്തിന്റെ മേലെയാണ് ഈ വികാരങ്ങളൊക്കെ ഇങ്ങനെ കാർമേഘം പോലെ വന്നിട്ട് പോണത് അല്ലേ? അപ്പൊ ഇതിനൊന്നും വാസ്തവികതയില്ല. വാസ്തവമായിട്ടുള്ളത് എന്താ? ഇതിനൊക്കെ പുറകില് മാറാതെ നിൽക്കുന്ന, തിരശീല പോലെ നിൽക്കുന്ന നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ ചൈതന്യ വസ്തു. അതിന് ക്ഷയമേ ഇല്ല, അത് പൂർണ്ണമാണ്. അതിന് വേണ്ടത് ശ്രദ്ധയാണ്. പക്ഷെ ആ ശ്രദ്ധയെ പതറാനായിട്ട്, ശ്രദ്ധ നഷ്ടപ്പെടാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഈ മനസ്സ് കാരണം. അതാണ് ക്ഷുരസ്യധാരാ നിശിതാ ദുരത്യയ എന്ന് ഉപനിഷത്ത് പറഞ്ഞു. വാൾത്തലയിൽ നടക്കണ പോലെ പറ്റിച്ചു കളയും, മനസ്സ് പറ്റിച്ചു കളയും. അതുകൊണ്ടാണ് ഋഷികൾ വളരെ ജാഗ്രതയായിട്ട് ഇരിക്കണം എന്ന് പറയണം. മനസ്സ്, വെളിയിൽ ആരും നമ്മളെ പറ്റിക്കില്ല, നമ്മളുടെ മനസ്സ് തന്നെ പറ്റിക്കാം. എപ്പോഴും മനസ്സാണോ പറ്റിക്കണത് അല്ലേ? ഇരുട്ടത്ത് പോകുമ്പോ കയറ് കിടക്കുന്ന സ്ഥലത്ത് പാമ്പാണെന്ന് നിലവിളി കൂട്ടി, കയറാണോ പറ്റിച്ചത്? കയറ് പാമ്പിന്റെ വേഷം ഇട്ടിട്ട് നിന്നോ? കയറൊന്നും പാമ്പിന്റെ വേഷമൊന്നും ഇട്ടില്ല. നമ്മൾ ഭാവന ചെയ്തു പാമ്പ് പോലെ. അതിനെന്ത് ചെയ്യാൻ പറ്റും? കയറ്, പാവം കയറ് എന്ത് ചെയ്യും? മരക്കുറ്റി കണ്ടിട്ട് പ്രേതം കണ്ടതായിട്ട് റിപ്പോർട്ട് പറയുകയും ചെയ്യും. വെളുത്ത ഡ്രസ്സ് ഇട്ടിട്ട് നിന്നു എന്ന് ഒരാൾ വന്ന് പറയും. വേറെ ഒരാൾ പറഞ്ഞു വായിൽ 2 പല്ലുണ്ടായിരുന്നു, കണ്ടിട്ടേ ഇല്ല. അവൻ പറഞ്ഞത് കേട്ടതാണ്. ആദ്യത്തെ ആള് വെളുത്ത ഡ്രസ്സ് കണ്ടു, രണ്ടാമത്തെ ആള് പല്ലുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യും, മൂന്നാമത്തെ ആള് തലമുടിയൊക്കെ വിരിച്ചിട്ടിട്ട് നിൽക്കണമെന്നും പറയും. റിപ്പോർട്ട് ചെയ്ത് വരുമ്പോഴേക്കും പ്രേതത്തിന് ജീവനുണ്ടായി. ഇത് എവിടുന്ന് വന്നു? സങ്കല്പം അല്ലേ? അത് വാസ്തവത്തിലല്ല, മനസ്സ് പറ്റിക്കണം. നമ്മളുടെ മനസ്സ് തന്നെ നമ്മളെ സദാ പറ്റിച്ചുകൊണ്ടേയിരിക്കും. യതീശ്വരാൻ സ്വാമി ഇതിനൊരു കഥ പറയും. ഒരാള് കുടിച്ചിട്ട് വരികയാണ്. അപ്പൊ കയ്യിലൊരു പെട്ടിയുണ്ട്. അപ്പോ ഇയാളോട് ചോദിച്ചു, എന്താ പെട്ടിയില്? അല്പം ബോധമുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു, പെട്ടിയിൽ കീരിയാണെന്ന്. എന്തിനാ ഇപ്പൊ ഈ പെട്ടിയിൽ കീരിയും കൊണ്ട് നടക്കണം? അത് എനിക്ക് ഇത്തിരി അധികം കുടിച്ചാൽ റോട്ടിലൊക്കെ പാമ്പ് കിടക്കണതായിട്ട് തോന്നും. അപ്പൊ ഒരു ധൈര്യത്തിന് വേണ്ടി കീരി പിടിച്ചിരിക്കുകയാണെന്ന് പറയും. ഡോ, അത് തനിക്ക് തോന്നണതല്ലേ, പിന്നെന്തിനാ കീരി? കീരിയും അതുപോലെ തന്നെയാണ്. സങ്കല്പം കൊണ്ടുള്ള ഭയത്തിന് സങ്കല്പം കൊണ്ടൊരു രക്ഷ. രണ്ടും വാസ്തവത്തിലില്ല. സങ്കല്പം കൊണ്ടൊരു പേടി, അതിന് സങ്കല്പം കൊണ്ടൊരു രക്ഷ. ഒക്കെ പേടിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതും മനസ്സ്. അപ്പൊ അർജുനനും ഇവിടെ ദുർബലമായിരിക്കുന്നത് വേറെ ആരും കാരണമല്ല. അർജുനനെ ആരും, ദുര്യോധനാദികൾ പോലും ദുർബലപ്പെടുത്തിയില്ല, ഒരാളും ദുർബലപ്പെടുത്തിയില്ല, ആരും പേടിപ്പിച്ചില്ല. പക്ഷേ അർജുനന്റെ മനസ്സിലുള്ള ആസക്തി, അറ്റാച്ച്മെന്റ്, തൻ്റെ ബന്ധുക്കളോടുള്ള അറ്റാച്ച്മെന്റ്, തൻ്റെ സുഹൃത്തുക്കളോടുള്ള അറ്റാച്ച്മെന്റ് ശുഭവാസനയാണ്. എന്നാലും ആ അറ്റാച്ച്മെന്റ് അർജുനനെ അത്യന്തം ദുഃഖിപ്പിക്കണം അല്ലേ? നോക്കണം, ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയണതുണ്ടല്ലോ, ഘോരസർപ്പം എന്നാണ് ബുദ്ധൻ പറയണത്. ഈ ആസക്തി എന്നുള്ള ഘോരസർപ്പത്തിനെയും വെച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം, എപ്പോൾ വേണമെങ്കിൽ അത് കടിക്കും എന്നാണ്. അർജുനന് ഉള്ളിൽ ഇത്ര കാലം ഉണ്ടായിരുന്നു, സമയത്തിൽ കടിച്ചു അല്ലേ?
എപ്പോഴാണോ വേണ്ടത്. ഇത്രയും കാലം ഇതിനു മുമ്പൊക്കെ ഇപ്പൊ മുത്തശ്ശൻ വലിയച്ഛൻ കരഞ്ഞിരുന്നു വെച്ചാൽ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ യുദ്ധഭൂമിയിൽ എപ്പോ പ്രവർത്തിക്കണമോ അപ്പോഴാണ് ഇവൻ തല തൂക്കണത് ഉള്ളുന്ന്. ബുദ്ധൻ പറയണ പ്രസിദ്ധ ഉദാഹരണം, നമ്മൾ ഒരിടത്ത് പ്രഭാഷണത്തിന് പോയി വെച്ചോളൂ. നല്ല റൂം തന്നു, AC റൂം, കിടക്കാൻ സൗഖ്യമായിട്ട് ബെഡും എല്ലാം തന്നിട്ട് രാത്രി കുടിക്കാൻ പാലും കൊണ്ടുവന്ന് തന്നു. എന്നിട്ട് കിടക്കാൻ പോകുമ്പോൾ ഒരു 10 മണിയാകുമ്പോൾ വാതിൽ മുട്ടിയിട്ട് ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ, നിങ്ങൾ വരുമ്പോൾ റൂമൊക്കെ വൃത്തിയാക്കി വെക്കുമ്പോൾ എവിടെയോ ഒരു പാമ്പ് ഉള്ളിൽ എവിടെയോ പോയതുണ്ട്. പിന്നെ ഉറങ്ങാൻ പറ്റുമോ രാത്രി? ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ വേണ്ടില്ലായിരുന്നു. രാത്രി മുഴുവൻ ഉറങ്ങാൻ പറ്റുമോ? പിന്നെ AC റൂമായിരിക്കട്ടെ, നല്ല കിടക്കയായിരിക്കട്ടെ, സൗഖ്യമായിട്ട് എന്തൊക്കെ ഉണ്ടെങ്കിലും ഉറങ്ങില്ല. അതിന് രാത്രി മുഴുവൻ ഇതിനെക്കുറിച്ചുള്ള പേടി. അതുപോലെ ഇരിക്കണം അത്രേ ലോകത്തിലും. കാരണം ഈ ആസക്തിയാവുന്ന പാമ്പ് ഉള്ളിൽ ഉണ്ടോ അത് എപ്പോ വേണമെങ്കിൽ കടിക്കും. എപ്പോ തലപൊക്കെന്ന് പറയാൻ പറ്റില്ല. അർജുനന് ഇപ്പൊ തലപൊക്കിയിരിക്കണം, എപ്പോ വേണമോ അപ്പൊ തലപൊക്കി. പക്ഷേ അർജുനന് ഒരു ബുദ്ധി കാണിച്ചു, കൂടെ തന്നെ ഭഗവാനെ പിടിച്ചു വെച്ചു അല്ലേ. ശല്യരെയാണ് പിടിച്ചു വെച്ചതെങ്കിലോ നല്ല ബുദ്ധി തനിക്ക് തോന്നി. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് തന്നെ കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല, പൊയ്ക്കോ വീട്ടിലേക്കെന്ന് പറയും. ശല്യരാണെങ്കിൽ ഭഗവാനെ തന്റെ സാരഥിയായിട്ട് വരിച്ചു അർജുനൻ അല്ലേ. വേറെ വല്ല സാരഥിയാണെങ്കിലോ എന്തായി? മഹാഭാരത യുദ്ധത്തിനെ കുറിച്ചുള്ള വർത്തമാനമൊന്നും ഇല്ല നമുക്ക്. ദുര്യോധനന്റെ രാജ്യം പിന്നെ ഉള്ളതൊക്കെ അതിനനുസരിച്ച് നടക്കും. അപ്പൊ അർജുനന്റെ സാരഥിയായിട്ട് ഭഗവാൻ അവിടെ ഉള്ളത് കൊണ്ട് വിജ്ഞാനസാരഥിർയസ്തു മനഃപ്രഗ്രഹവാൻ നരഹ. നമുക്കൊരു പക്ഷെ വഴി അറിയില്ലെങ്കിലും, നമ്മൾ വഴിപഴച്ചു പോകുമെങ്കിലും, ചപലമാണെങ്കിൽ പോലും നല്ല ഒരു ഗൈഡ്, ഒരു വഴികാട്ടി, ദേശികൻ കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടണ്ട. എന്നുവെച്ചാൽ നമ്മൾ വഴി തെറ്റി പോകുമ്പോൾ പിടിച്ചു കൊണ്ടുവരാൻ ആളുണ്ടെന്ന്. ഭക്തന്മാരൊക്കെ അങ്ങനെ പാടിയിട്ടുണ്ട്. ഭഗവാന്റെ കൃപ, ഭഗവാനെ അവര് ഒന്ന് പിടിച്ചപ്പോ ഭഗവാൻ പിന്നെ ഇവരെ പിടിച്ചു. ഭഗവാൻ ഇവരെ പിടിച്ചാൽ പിന്നെ വിടില്ല എന്നാണ്. മാണിക്യവാചക സ്വാമികളുടെ മനോഹരമായൊരു പാട്ടുണ്ട്. അദ്ദേഹം പറയണു, ഞാൻ ലോകത്തില് കള്ളം പറയുന്ന ഈ ലോകത്തില് ഞാൻ എൻ്റെ എന്നുള്ള മമതയിൽ പെട്ട് വലഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയുള്ളപ്പോ പരമകൃപാനിധിയായ ഭഗവാൻ വലിവേ വന്ന് എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി പരമാനന്ദത്തിനെ എൻ്റെ വായില് ഊട്ടിവിട്ടു എന്നാണ്. നിർബന്ധപൂർവം എൻ്റെ ഉള്ളിലേക്ക് ആ ജ്ഞാനത്തിനെ പ്രകാശപ്പെടുത്തി. നടിത്ത് മണ്ണിടை പൊയ്യിனை പല செய்து நான் எனதியனும் மாயம் கடித்தமாயிலே நின்று முன்பினை மிக்க கழறியே திரிவேனை பிடித்து முன்னின்று அப்பெருமறை தேடிய அரும் பொருள் அடியேனை அடித்து அடித்து அக்காரம் முன் தீற்றிய അദ്ഭുതം അറിയേനെ. അടിത്ത് അടിത്ത് 2 അടി കൊടുത്തു എന്നാണ്. ഇവിടെ ഭഗവാനും 2 അടി കൊടുത്തു. കുതസ്ത്വാകസ്മലമിതം ക്ലൈബ്യം ആസ്മഗമഃ പാർത്ഥ. മാണിക്യവാചകർ പറയുന്നു, ഈ ലോകത്തില് നടിത്ത് മണ്ണിടை പൊയ്യിனை പല ചെയ്ത്. ലോകത്തിൽ ജീവിക്കുകയാണെങ്കിൽ പൊയ്യാണ്, കള്ളമാണ്. കള്ളമായ വസ്തുക്കളെയൊക്കെ ഉണ്മയെന്ന് കരുതണം, അതിനനുസരിച്ച് വ്യവഹരിക്കണം. അപ്പൊ ഒക്കെ കള്ളമാണ്, വ്യവഹാരം മുഴുവൻ കള്ളം. പൊയ്യിனை പല ചെയ്ത്, അതിൽ നിന്നും ഉണ്ടാവണത് നാൻ എനതിയനും മായം, ഞാൻ എൻ്റെ എന്നുള്ള അഹങ്കാരം അത് പ്രബലപ്പെട്ട് വന്നു. കടിത്തമായിലേ നിன்று, അത് ഒരു പാമ്പ്, അഹങ്കാരമാവുന്ന പാമ്പ് കടിച്ചു. മുൻവിനൈ മിക്ക കഴറി, അത് പോരാതെ ഒരു വിഷം, പ്രാരബ്ധമാവുന്ന വിഷം വരെ, പഴയ കർമ്മങ്ങളുടെ എഫക്റ്റ്. മുൻവിനൈ മിക്ക കഴറിയേ തിരിവേനൈ, ഈ സംസാരത്തിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ പിടിത്ത് മുന്നിன்று അപ്പെരുമറൈ തേടിയ അറും പൊരുൾ. വേദങ്ങളൊക്കെ ഏതൊരു പരമപുരുഷനെ അന്വേഷിക്കുന്നു, ആ പരമപുരുഷൻ എന്നെ വന്ന് പിടിച്ചു എന്നാണ്. വിളിച്ച അത്ര പെട്ടെന്നൊക്കെ വരുമോ? വരില്ല. കാരണം എന്താ? വിഷം തിന്ന് പഠിച്ചുപോയി. ഇനി അമൃതമൊന്നും കൊടുത്താൽ രുചിക്കില്ല അല്ലേ? ലൗകിക വിഷയങ്ങൾ തിന്ന് അത് തന്നെ സുഖമെന്ന് കരുതിയിരിക്കുന്ന ജീവനെ പിടിച്ച് അമൃതം ഊട്ടിയാലും പിടിക്കില്ല.
അപ്പൊ ഭഗവാൻ ചെയ്യണത് എന്താ? അടിത്ത് വിളിച്ചാൽ നേരെ ചൊവ്വേ വരില്ലെങ്കിലോ 4 അടി. അടി എന്താ? ദുഃഖം അല്ലേ? ചില ജീവൻ അധ്യാത്മമാർഗത്തിൽ പക്വമായിട്ടുണ്ടാവും, പക്ഷേ ഹാബിറ്റ് കാരണം, പരിശീലനം കാരണം വീണ്ടും വീണ്ടും ലൗകികത്തിലേ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഭഗവാൻ ചില ലെറ്റർ അയക്കും, ഇനി മേലാൽ നീ ലൗകികത്തിലേക്ക് പോവരുത്, ഇങ്ങോട്ട് തിരിയ. ആ ലെറ്റർ എന്താന്ന് വെച്ചാൽ ദുഃഖം. ഓരോ ദുഃഖം വരുമ്പോഴും സ്വാമി രാമതീർത്ഥൻ പറയും, ആ ദുഃഖത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ യു ക്യാൻ സീ ദ ബ്യൂട്ടിഫുൾ സിഗ്നേച്ചർ ഓഫ് ദ ലോർഡ്. ആ ദുഃഖത്തിൽ ഭഗവാന്റെ കൈ ഒപ്പ് കാണാം എന്നാണ്. ഭഗവാൻ വിളിക്കാത്രേ, മതി നീ ലോകത്തിൽ കളിച്ചതൊക്കെ മതി, ഇങ്ങോട്ട് വരൂ എന്നാണ്. എന്നിട്ടും കേട്ടില്ലെങ്കിലോ ടെലഗ്രാം അടിക്കും, കുറച്ചുകൂടെ പ്രബലമായിട്ടുള്ള ദുഃഖം വരും. എന്നിട്ട് കേട്ടിട്ടില്ലെങ്കിൽ ഫോൺ ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ വിളിച്ചു പറയും. എന്നിട്ട് കേട്ടില്ലെങ്കിൽ ആളയക്കും അടിച്ചു കൊണ്ടുവരാനായിട്ട്. അപ്പൊ അത്രയ്ക്കൊന്നും വേണ്ട എന്നാണ്. അടിത്ത് അക്കാരം മുൻതീറ്റിയ, അടിച്ച് അമൃതത്തിനെ വായിൽ ഊട്ടി എന്നാണ്. അക്കാരം എന്ന് വെച്ചാൽ കൽക്കണ്ട്, മധുരം, അദ്ഭുതം അറിയേനെ. ആ ആശ്ചര്യം, ആ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ്, അതിനെ ഹൗ ടു കൺവേ ഇറ്റ്, എങ്ങനെ അത് പറഞ്ഞറിയിക്കാൻ പറ്റും? ആ അനുഭൂതിയുടെ ആഴത്തിനെ എങ്ങനെ പറയാൻ പറ്റും? ഇവിടെ അർജുനന് തന്നെ അത് തെളിവ് അല്ലേ? അർജുനൻ ഭഗവാനെ കൂട്ടുപിടിച്ചു. ഭഗവാൻ ഇത്ര കാലം മിണ്ടിയില്ല, ഇത്ര കാലം അർജുനൻ ചോദിച്ചുമില്ല. കളിച്ചു, നടന്നു, ശയ്യാസനാടന സ്ഥാന സ്നാന ക്രീഡ അശനാദിഷു, എപ്പോഴും കൂടെ ഉണ്ട് കൃഷ്ണൻ. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ അല്ലേ? അർജുനൻ എപ്പോഴെങ്കിലും ഭഗവാനോട് വല്ലതും ചോദിച്ചുവോ? ഒന്നും ചോദിച്ചില്ല. ഇനിയാണ് ചോദിക്കാൻ പോണത്. ഇത്രയും കാലം ചോദിച്ചില്ല. ഇത്രയും കാലം വേറെ എന്തൊക്കെയോ ചോദിച്ചു അല്ലേ? സുഭദ്രയെ കല്യാണം കഴിച്ചു തരാൻ പറഞ്ഞു. ഭഗവാൻ വന്ന് കൊണ്ടുപോയിക്കോ. ഭഗവാൻ ഒരേ ഒരു വാക്കേ അറിയുള്ളൂ, എന്ത് ചോദിച്ചാൽ ശരി എന്ന് പറയും. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ശരി എന്ന് പറയും. അത് ഭഗവാന്റെ സ്വഭാവമാണ്. ഞാൻ തെറ്റ് ചെയ്യാൻ പോണു ശരി, നല്ലത് ചെയ്യാൻ പോണു ശരി, എല്ലാത്തിനും ശരി. ഇപ്പൊ അർജുനൻ ഇവിടെ യുദ്ധഭൂമിയിൽ തേരുകൊണ്ട് നിർത്താൻ പറഞ്ഞപ്പോഴും ശരി എന്ന് പറഞ്ഞു. ഇപ്പൊ കരഞ്ഞു, ദുഃഖിച്ചു. ഒരുപാട് ദുഃഖിച്ചപ്പോഴാണ് 2 അടി കൊടുത്തത്. കുതസ്ത്വാകശ്മലമിതം ക്ലൈബ്യം മാസ്മഗമഃപാർത്ത ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്വാ ഉത്തിഷ്ഠപരന്തപ എന്ന് പറഞ്ഞപ്പോ ഒന്നുകൂടെ പൂർണ്ണമായിട്ട് റെസിസ്റ്റൻസ് പോയിട്ടില്ല. ആദ്യത്തെ അധ്യായത്തിൽ വിഷാദയോഗത്തിൽ കുറെയൊക്കെ പ്രസംഗം ചെയ്ത് നിർത്തി. ഇപ്പൊ സാഖ്യയോഗത്തിലും അർജുനന്റെ ആ പറയാനുള്ള വാസന ഇനിയും പോയിട്ടില്ല അല്ലേ? ചിലര് അവർക്ക് പറയാനേ അറിയുള്ളൂ, കേൾക്കാനേ അറിയില്ല. കേൾക്കാൻ പഠിക്കണവരെ അവരോട് പറയാൻ പാടില്ല എന്നാണ്. ശ്രവണം ചെയ്യാൻ ഇച്ഛയുള്ളവന് ഉപദേശിക്കൂ എന്നാണ് നിയമം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ലിസണിങ് എന്ന് പറയുന്നത് ഒരു കലയാണ്, ഒരു ആർട്ടാണത്. കല എന്ന് പറയാൻ പാടില്ല, അതൊരു പക്വതയാണ്, ഒരു മെച്യൂരിറ്റിയാണ്. ശ്രവണം ചെയ്യുമെന്ന് വെച്ചാൽ അത്ര എളുപ്പമൊന്നുമല്ല. 2 ആളുകൾ തമ്മിൽ വർത്തമാനം പറയണത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കും ഒരാൾ പറയണു മറ്റേ ആൾ കേൾക്കണമെന്നാണ്. അങ്ങനെയല്ല. അയാൾ നിർത്താൻ വേണ്ടി കാത്തുകൊണ്ടിരിക്കുകയാണ് അയാൾ നിർത്തിയാൽ ഇയാൾ തുടങ്ങും. പലപ്പോഴും നോക്കൂ, രണ്ടും തമ്മിൽ യാതൊരു സംബന്ധം ഉണ്ടാവില്ല. അയാൾ നിർത്തിയാൽ ഇയാൾ തുടങ്ങും, ഇയാൾ നിർത്തിയാൽ അയാൾ തുടങ്ങും. രണ്ടുപേരും ഒരാൾ പറഞ്ഞ് കേൾക്കുക എന്നുള്ളത് ലോകത്തിൽ വളരെ അപൂർവം. ശ്രവണം അത്ര ഈസിയൊന്നുമല്ല, നമ്മൾ വിചാരിക്കണം അത്രയും. രാവിലെ നേരത്തെ എഴുന്നേക്കണം, നമ്മൾ എത്ര കിളികൾ വർത്തമാനം പറയണ്ടോ അറിയോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ സംഗീതമൊന്നും വേണ്ട, പാട്ട് കച്ചേരി രാവിലെ എണീറ്റ് ഉള്ള അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ നിലവിളിക്കണ്ടല്ലോ കാസറ്റ് അല്ലേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മനോഹരമായിട്ട് ഓരോ കിളികൾക്കും ഓരോരോ ഭാഷയുണ്ട്. വേദം ചൊല്ലുന്ന പോലെ മധുരം. ശരിക്കും പറഞ്ഞാൽ വേദത്തിനേക്കാളും മധുരം എന്ന് പറയണം. എന്താന്ന് വെച്ചാൽ വേദമെങ്കിലും പഠിച്ചിട്ട് ചൊല്ലുവാണ്, അത് ഹൃദയത്തിൽ നിന്ന് ചൊല്ലണു. പ്രകൃതിയെ ആനന്ദത്തിൽ ഓരോന്നും ശബ്ദിക്കണത്, ചലയ്ക്കണത് കേട്ടാൽ ആ ശ്രവണം തന്നെ ധ്യാനമാണ്. ശരിയായ ശ്രവണം ധ്യാനമാണ്. ശ്രവണം ചെയ്യാമെങ്കിൽ കിളികളുടെ ചലയ്ക്കല്, വായു വീശണത് ശ്രവിക്കാം. നല്ല ആഴത്തിൽ ശ്രവിച്ചു പഠിച്ചാൽ നിശ്ചലതയെ ശ്രവിക്കാൻ കഴിയും.
സൈലൻസിനെ പോലും ശ്രവിക്കാൻ കഴിയും. ശ്രവണം അത്ര കണ്ട ആഴത്തിലായാണ്. ശ്രവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ശ്രവിക്കണ വരെ ഭഗവാൻ വായ തുറക്കണില്ല. അങ്ങനെ ശ്രവിച്ച് ശ്രവിച്ച് നമ്മളുടെ ഉള്ളില് ശ്രവണം തുടങ്ങും. നമ്മള് സാധാരണ വേദാന്തത്തിൽ ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ, ശ്രവണം മനനം നിധിധ്യാസനം. വേദാന്തവാക്യങ്ങളെ കേൾക്കണം, അതിനെ മനനം ചെയ്യണം, നിധിധ്യാസനം ചെയ്യണം എന്നാണ് സാധാരണ പറയാം. ഭഗവാൻ രമണ മഹർഷി ഇതിന് പറയും ആന്തരിക ശ്രവണം, ആന്തരിക മനനം, ആന്തരിക നിധിധ്യാസനം എന്നുണ്ട്. ആന്തരിക ശ്രവണം എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉള്ള മനസ്സിന്റെ ആ ധ്വനി, സ്വനം, അതിനെ കേൾക്കാം. സ്ഫൂർത്തിയുടെ ശബ്ദം കേൾക്കാം. അഹം 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 എന്നുള്ള നർത്തനം ഉള്ളിലുണ്ട്. അതിനെ ശ്രവിക്കൽ ആന്തരിക ശ്രവണം. അതിനെ മറ്റു വൃത്തികളിൽ നിന്നൊക്കെ മാറ്റി നിർത്തി വിടാതെ ഗ്രഹിക്കുന്നത് മനനം. അവസാനം മറ്റു വൃത്തികളൊക്കെ ഒടുങ്ങി ആ പ്രജ്ഞ, അഹം പ്രജ്ഞ, അഹംബോധം മാത്രമായി നിൽക്കുന്നത് നിധിധ്യാസനം, നിർവികൽപ്പസ്ഥിതി. അപ്പൊ ശ്രവണം ഉള്ളിലേക്കാണ്, ആന്തരികമാണ്. ഇപ്പൊ അർജുനൻ ഇപ്പൊ ശ്രവിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഭഗവാൻ കാര്യമായിട്ടുള്ള ഉപദേശമൊന്നും പറഞ്ഞില്ല. ശ്രവിക്കാൻ അത്ര എളുപ്പമല്ല എന്ന് ഭഗവാനും അറിയാം. അതുകൊണ്ട് ഇത്ര കാലം ഭഗവാൻ ഉപദേശിച്ചില്ലല്ലോ. എപ്പോ മുമുക്ഷുത്വം വരണോ അപ്പൊ ഉപദേശിക്കൂ എന്നാണ്. അപൃഷ്ടേന ബ്രൂയാതെന്നാ പറയാ, ചോദിച്ചില്ലെങ്കിൽ പറയാൻ പാടില്ല എന്നാണ്. ജനക മഹാരാജാവ് സദസ്സില് പറഞ്ഞു, വേദാന്തപരമായി ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. ഉത്തരം പറയുന്നവർക്ക് 100 പശു കൊമ്പില് പൊന്ന് കെട്ടിയത്. ആർക്കാ വേണ്ടത് പറയാം. ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന് ചില അപമാനമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പലരും എഴുന്നേറ്റില്ല. യാജ്ഞവൽക്യൻ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് യാജ്ഞവൽക്യം പറഞ്ഞു, ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, പശുവിനെയൊക്കെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകാമെന്ന്. അപ്പൊ അവിടുത്തെ ബ്രാഹ്മണര് പലരും എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, അങ്ങ് ഉത്തരം പറയണതിന് മുമ്പ് എന്താ പശുവിനെ ആശ്രമത്തിൽ കൊണ്ടുപോകാൻ പറയണത്? യാജ്ഞവൽക്യം പറഞ്ഞു, ഉത്തരം പറയണതൊക്കെ ഇരിക്കട്ടെ, ഇപ്പൊ എനിക്ക് തൽക്കാലം പശുവിനെ വേണം, അതുകൊണ്ട് പശുവിനെ കൊണ്ടുപോകാൻ പറയണു. ഞാൻ പറയാൻ പോണ കാര്യം കേൾക്കണമെങ്കിൽ അതിന് ഈ പശുവൊന്നും പോരാ, ഈ പശുവിനെ കൂലി തന്നാലൊന്നും പോരാ, അതുകൊണ്ടൊന്നും കേൾക്കാൻ പറ്റില്ല. ഞാൻ പറയാൻ പോണ തത്വം തെളിയണമെങ്കിൽ ഈ സമുദ്രം ചൂഴണ ആഴി ചൂഴുന്ന ഈ ഭൂമി തന്നാ പോലും നിരക്കില്ല. തതോ ഭൂയ. പിന്നെയാണോ ഈ പശു? എന്നാ പിന്നെ അങ്ങ് ബ്രഹ്മനിഷ്ഠനാണെങ്കിൽ ഞങ്ങൾക്ക് പശുവേ വേണ്ടാലോ, ആ പശുവിനെയൊക്കെ ഞങ്ങൾക്ക് ദാനം തരൂ എന്ന് പറഞ്ഞു അവിടെയുള്ളവർ. ആ കാര്യം അവിടെ ഇരിക്കട്ടെ, അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, തൽക്കാലം ഞാൻ ബ്രഹ്മനിഷ്ഠനല്ല, പശുകാമനാണ്, ഇപ്പൊ എനിക്ക് പശുവിനെ വേണം. അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇപ്പൊ ബ്രഹ്മനിഷ്ഠ പോവുമൊന്നുമില്ല. എന്നിട്ട് ഈ ബ്രഹ്മവിദ്യ യാജ്ഞവൽക്യൻ ജനകന് പറയുന്നു. ആ ശ്രവണത്തിനുള്ള പക്വത ജനകന് വന്നിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് ജനകനെ യാജ്ഞവൽക്യൻ ഈ ബ്രഹ്മവിദ്യ പറയും. പതുക്കെയാണ് ഓരോ ചോദ്യങ്ങളായി ചോദിച്ച് ചോദ്യത്തിനനുസരിച്ചുള്ള ഉത്തരം. അല്ലാതെ പശു തന്നതുകൊണ്ടല്ല, ശ്രവിക്കാനുള്ള പക്വത ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക എന്നാണ്. ഉപനിഷത്തിലൊക്കെ നോക്കുക. ഈ പ്രശ്നോപനിഷത്തില് ശിഷ്യന്മാർ ചെന്ന് ചോദിക്കുമ്പോൾ 10 വർഷം എൻ്റെ കൂടെ താമസിക്കുമെന്ന് പറയും. ഓരോരിക്കൽ ചോദ്യം ചോദിക്കുമ്പോൾ 10 വർഷം കുറച്ചു കാലം ബ്രഹ്മചാരിയായിട്ട് എൻ്റെ കൂടെ ഇരിക്കുക, എന്നിട്ട് ഉത്തരം പറയാം. എന്നുവെച്ചാൽ പക്വതയുണ്ടോന്ന് അറിയണം. അപ്പൊ ശ്രവണം വളരെ സൂക്ഷ്മമാണ്. അർജുനൻ ശ്രവണത്തിന് തയ്യാറാവാൻ ഇനി കുറച്ചുകൂടെ ബാക്കിയുണ്ട്. എന്താന്ന് വെച്ചാൽ ഉള്ളിലുള്ളതൊക്കെ പറഞ്ഞു തീർക്കണം, എന്നാലേ ചിലപ്പോൾ കേൾക്കുള്ളൂ, അല്ലെങ്കിൽ കേൾക്കില്ല. പലരും നമ്മളുടെ അടുത്ത് സംശയം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വരും. സംശയമൊന്നും അവർ ചോദിക്കുകയില്ല. വളരെ രസമാണ്, ധാരാളം പേരെ കണ്ടിട്ടുണ്ട്. ചോദിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇരിക്കും, നമ്മൾക്കൊന്നും പറയണ്ട, പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ കുറെ പറയാനുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യ ഇടയിൽ വല്ലതും പറഞ്ഞാലും അവർ കേൾക്കൊന്നുമില്ല. ആ പറയണ ഒരു 2 മിനിറ്റ് നിർത്തും, പിന്നെയും അവർ പറയും.
അപ്പൊ എന്താ, അവർ കേൾക്കാൻ തയ്യാറല്ല. അവർക്കുള്ളത് ആരുടെ അടുത്തെങ്കിലും ഒരാളുടെ അടുത്ത് പറയണം. ആ പറയണത് കേൾക്കാൻ ഒരാൾ വേണം, അത്രയേ ഉള്ളൂ. അപ്പൊ അവർക്ക് ശ്രവിക്കാൻ ഒരാൾ വേണം. അവര് ശ്രവിക്കാൻ തയ്യാറല്ലെങ്കിൽ പറയണ്ട. ശ്രവണം വരാൻ നമ്മളുടെ ഉള്ളിലുള്ള വാസനകൾ കുറെ അധികം ക്ഷയിക്കണം. അപ്പൊ അർജുനന് ഇനിയും ഭഗവാന്റെ വൈഭവം പൂർണ്ണമായിട്ട് തെളിഞ്ഞിട്ടില്ല. അപ്പൊ ഇനി കുറച്ചുകൂടെ പറഞ്ഞു തീർക്കാനുണ്ട്. ഇപ്പൊ ഭഗവാൻ ചീത്ത വിളിച്ചുവല്ലോ അർജുനനെ. എവിടുന്നാ ഈ ദൗർബല്യം വന്നത്, ഈ ആണും പെണ്ണും കെട്ട അവസ്ഥ വന്നതെന്ന് ചോദിച്ചുവല്ലോ. അപ്പോ അർജുനൻ ആദ്യ കുറെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അതാണ് അടുത്ത ശ്ലോകങ്ങള്. അർജുനോ വാചാം കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന ഗുരൂൻ അഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും വൈക്ഷ്യമപീഹ ലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. ഭഗവാനെ, അങ്ങ് മധുസൂദനനാണ്. മധു ഒരു അസുരനായിരുന്നു, അതുകൊണ്ട് കൊല്ലാം, കുഴപ്പമില്ല. പക്ഷെ എന്റെ മുമ്പിൽ നിൽക്കുന്നത് അസുരന്മാരല്ല, ഗുരുക്കന്മാരാണ്. കഥം ഭീഷ്മം, ദുര്യോധനനൊക്കെ പോട്ടെ, പക്ഷെ നിൽക്കുന്നത് ആരാ? കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന. എന്റെ മുതുമുത്തശ്ശനും മഹാത്മാവുമായിട്ടുള്ള ഭീഷ്മർ ഒരു വശത്ത് നിൽക്കണു, എനിക്ക് അസ്ത്രവിദ്യ പഠിപ്പിച്ച ദ്രോണാചാര്യർ മറ്റു വശത്ത് നിൽക്കണു. കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന. അവരെയൊക്കെ പുഷ്പം കൊണ്ട് പൂജിക്കേണ്ടവരാ. ഈശുഭിഃ കഥം പ്രതിയോത്സ്യാമി. അസ്ത്രം കൊണ്ട് അവരെ ഞാൻ എങ്ങനെ നേരിടും? അവരാരാ? പൂജാർഹൗ. ഇവര് രണ്ടുപേരെയാ മുഖ്യമായിട്ട് പറയണത്. ഇവര് രണ്ടുപേരും പൂജാർഹരാണ്, പൂജിക്കേണ്ടവരാണ്. പൂജാർഹൗ അരിസൂദന. ഹേ അരിസൂദനായ ഭഗവാനെ, ശത്രുക്കളെ കൊന്നിട്ടുള്ളവനാണ് അരിസൂദനൻ. പക്ഷെ ഇവരൊന്നും എന്റെ ശത്രുക്കളല്ലല്ലോ, ഇവരോട് ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും? ഗുരൂൻ അഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും വൈക്ഷ്യമപീഹ ലോകെ. ഈ ഗുരുക്കന്മാരെ കൊന്നിട്ട് ഭോഗം അനുഭവിച്ചാൽ രക്തം പുരണ്ട ഭോഗമായിരിക്കും അത്. അതുകൊണ്ട് ഇവരെ കൊല്ലാതെ ഭിക്ഷാന്തേഹിയായിട്ട് നടന്നാലും വേണ്ടില്ല. ഭൈക്ഷ്യമപീഹ. അർജുനന്റെ ഭാവമൊക്കെ ശുദ്ധമാണ്. ഭൈക്ഷ്യമപീഹ ലോകെ. ഗുരൂൻ അഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും വൈക്ഷ്യമപീഹ ലോകെ ഹത്വാ അർത്ഥകാമാൻ സ്തു. ഇവരൊക്കെ അർത്ഥകാമന്മാരാണ്. ശരി, എന്നാലും അർത്ഥകാമന്മാരായിട്ടാണ് അവരെന്റെ മുമ്പിൽ നിൽക്കണേ. എങ്കിലും അവരെ കൊല്ലാൻ പാടില്ല. ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രതിക്താൻ. രക്തം പുരണ്ട ഭോഗങ്ങളായിരിക്കും അനുഭവിക്കണത് എന്ന് പറഞ്ഞാലും ഭഗവാന്റെ മുഖം നമ്മളൊന്ന് ഭാവന ചെയ്യണം. അർജുനൻ ഇതൊക്കെ പറയുമ്പോൾ മഹാത്മാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാവം നമുക്ക് മനസ്സിലാവും. നമ്മൾ പറയും, അവരിങ്ങനെ ഇരിക്കും, നിർവികാരരായിട്ടിരിക്കും. നമ്മൾ പറയണ അർത്ഥമില്ലാത്ത വാക്കുകളൊക്കെ അവരിൽ ചെന്ന് തട്ടിയിട്ട് യാതൊരു എഫക്റ്റും ഉണ്ടാക്കാതെ തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരും. ബൗൺസായി ഇങ്ങോട്ട് വരും. വരുമ്പോൾ നമുക്ക് ഓരോരിക്ക് ബൗൺസായി വരുമ്പോഴും നമുക്ക് മനസ്സിലാവും നമ്മൾ വിഡിത്തം വിളമ്പുകയാണ്. കുറെ നേരം പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും. കാരണം എന്താ? അവിടെ നിശ്ചലമാണ്, ഒന്നിനും റെസ്പോൺസില്ല. ഭഗവാൻ റെസ്പോൺസ് ഇല്ലാതെ ഇരിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ സമ്മതമില്ല എന്ന് അർജുനൻ കുറച്ച് മനസ്സിലായി തുടങ്ങി. നചൈതദ്വിദ്മഹ കതരന്നോ ഗരീയോ യദ്വാ ജയേമ യദിവാനോ ജയേയുഹു യാനേവ ഹത്വാ ന ജിജീവിഷാമഹ തേ അവസ്ഥിതാഹ പ്രമുഖേ ധാർത്തരാഷ്ട്രാഹ. ഒരു ശ്ലോകത്തിലും കൂടെ പറഞ്ഞു, ഭഗവാനെ, ഏതാണ് നമുക്ക് ശ്രേഷ്ഠം എന്ന് എനിക്കറിയില്ല. അവർ നമ്മളെ ജയിക്കുവോ അല്ല നമ്മൾ അവരെ ജയിക്കുവോ ഒന്നും പറയാൻ പറ്റൂല. ആരെ കൊന്നിട്ടാണോ ഞങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കാത്തത് അവരിതാ എൻ്റെ മുമ്പിൽ നിൽക്കണു. ഇവരെയൊക്കെ കൊന്നിട്ട് ജീവിച്ചാൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ജീവിക്കാനേ ഞാൻ ആഗ്രഹിക്കണില്ല. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അർജുനന് തനിക്കെന്തോ കുഴപ്പമുണ്ട് എന്ന് മനസ്സിലായി. അത് വളരെ
പ്രധാനമായൊരു സ്റ്റേജാണ് അല്ലേ? ഭ്രാന്ത് പിടിച്ചിട്ട് ഡോക്ടറുടെ അടുത്ത് പോയാൽ ഭ്രാന്തന് ഭ്രാന്തുണ്ട് എന്ന് തോന്നി തുടങ്ങിയാൽ പകുതി ഭ്രാന്ത് ഗുണമായി എന്നർത്ഥം. അല്ലെങ്കിൽ ഭ്രാന്തന്മാർ ഒരിക്കലും സമ്മതിക്കില്ല അവർക്ക് ഭ്രാന്തുണ്ട്. അവർ പറയും ബാക്കിയുള്ളവർക്കൊക്കെ ഭ്രാന്താണെന്ന് പറയും. അപ്പോ അല്പം നമുക്ക് വ്യാധി ഉണ്ടെന്ന് തോന്നുന്നത് വളരെ പ്രധാനം. അപ്പൊ അർജുനന് തോന്നിത്തുടങ്ങി തനിക്ക് എന്തോ കുഴപ്പം, കാര്യമായി കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ തോന്നില്ല അല്ലെ? അങ്ങനെയുള്ള ആളെ വേണം പഠിപ്പിക്കാൻ. One who knows that he knows not is humble. Teach him. One who knows not that he knows not is arrogant. Leave him. One who knows that he knows is wise. Learn from him. അറിയില്ല എന്നറിയണത് ഒരു സ്റ്റേജാണ്. അറിയില്ല എന്നും അറിയാത്തവരുണ്ടല്ലോ, അവർക്ക് വാസ്തവത്തിൽ അറിയില്ല, പക്ഷെ അറിയില്ല എന്നും അറിയില്ല, അറിയുന്നു വിചാരിച്ചിരിക്കും. അവർക്ക് ഉപദേശിക്കാൻ പാടില്ല. ഉപദേശിച്ചാൽ ഒരു പ്രയോജനം ഉണ്ടാവില്ല, യാതൊരു വിധത്തിലും പ്രയോജനപ്പെടില്ല. കുരങ്ങിനെ ഉപദേശിച്ച പോലെയാവും. പഴയ ജാതക കഥയില് കുരങ്ങിന് തീ ഉണ്ടാക്കണം എന്ന് ആഗ്രഹം വന്നു അത്രേ. അപ്പോൾ കുറേ ഇല, ഉണങ്ങിയ ഇലയെ കൂട്ടി വെച്ചിട്ട് കുരങ്ങൻ ഒരു മിന്നാമിനിങ്ങനെ പിടിച്ച് അതിൽ വെച്ചു. തീയാണോ പറഞ്ഞിട്ട് ഊതു 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 ഊതെന്ന് ഊതിക്കൊണ്ടിരിക്കണം. അപ്പം അവിടെ ഇരിക്കണ ഒരു കുരുവി പറഞ്ഞു, ഇവിടെ കുരങ്ങ അത് മിന്നാമിനിങ്ങാണ്, അത് തീ പിടിക്കില്ല എന്ന് പറഞ്ഞു. കുരങ്ങൻ പറഞ്ഞു, നീ മിണ്ടാതിരിക്കടി, എനിക്കറിയാം. പിന്നെയും ഊതി. കുരുവിക്ക് പാവം വിഷമം, ഈ കുരങ്ങൻ ഇങ്ങനെ കഷ്ടപ്പെടണമല്ലോ. അപ്പം നല്ലവണ്ണം പറഞ്ഞു കൊടുത്തുകൊണ്ടോ, അത് തീയല്ല, അത് മിന്നാമിനുങ്ങാണ്, അതൊരു പ്രാണിയാണ്, അത് തീയൊന്നും പിടിക്കില്ല, അതിൽ തീയില്ല. എടീ, തീ കണ്ട എനിക്കറിയാം, നിന്റെ ഉപദേശം വേണ്ട കേട്ടോ. പിന്നെയും കുരുവി പറഞ്ഞപ്പോൾ കുരുവിയെ പിടിച്ച് നിലത്തൊരടി. ഈ കുരങ്ങന്റെ കൈ കൊണ്ട് കുരുവിക്ക് മരണം. കാരണം എന്താ? വിവരം കെട്ട ആളെ ഉപദേശിക്കാൻ പോയാൽ അതാ കുഴപ്പം. അറിയില്ല എന്നറിയില്ല. അറിയില്ല എന്ന് അറിഞ്ഞാലോ ഒരു താഴ്ച വരും. അപ്പോ ഉപദേശം സ്വീകരിക്കാൻ തയ്യാറാകും അല്ലേ? അതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടാവും. അതുകൊണ്ട് വലിയ അനുഗ്രഹം ഉണ്ടാവും. ഇന്നലെ രമണ മഹർഷിയുടെ കഥ പറയുമ്പോൾ പറഞ്ഞല്ലോ, കാവ്യകണ്ഠ ഗണപതി മുനി മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. സകല ശാസ്ത്രങ്ങളും പഠിച്ച അദ്ദേഹത്തിന് തന്നെ 10,000 ശിഷ്യന്മാരുണ്ടായിരുന്നു. അവർക്കൊക്കെ അദ്ദേഹം മന്ത്രദീക്ഷ കൊടുത്തിരുന്നു, ശാസ്ത്രം പഠിപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു മഹാത്മാവാണ് രമണ മഹർഷിയുടെ മുമ്പിൽ ചെന്ന്, ഭഗവാനെ, ഞാൻ ശാസ്ത്രങ്ങൾ മുഴുവൻ പഠിച്ചു, കഠിനമായി തപസ് ചെയ്തു, യോഗസാധനകളൊക്കെ ചെയ്തു, കുണ്ടലിനി ശക്തിയുടെ പ്രവാഹം പോലും അനുഭവിച്ചിട്ടും എനിക്ക് സമാധാനമില്ല. യഥാർത്ഥ തപസ് എന്താണ് എന്ന് മഹർഷിയോട് ചോദിച്ചതുകൊണ്ട് ആ വിനയത്തിൻ്റെ ഫലമായിട്ട് ഒരു വലിയ സംഭവം ഉണ്ടായി. അത്ര ദിവസം വർത്തമാനം പറയാതിരുന്ന രമണ മഹർഷി ആദ്യമായിട്ട് വായ തുറന്ന് ആ മഹാ ഉപദേശം വെളിയിൽ വിട്ടു അല്ലേ? കാവ്യകണ്ഠൻ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ആര് എന്നുള്ള ആത്മവിചാര മാർഗത്തിനെ മഹർഷി ആദ്യമായി തുറന്നു വെച്ചത്. അതിൻ്റെ ഫലം എന്താ? ഇത്രയും സൂക്ഷ്മമായ അറിവിൻ്റെ മണ്ഡലത്തിൽ പോയിട്ടും ഗണപതി മുനിക്ക് പോരാന്ന് തോന്നി, തനിക്ക് ശരിക്ക് കിട്ടിയിട്ടില്ല ആ വസ്തുവും തോന്നിയ വിനയത്തിൻ്റെ പരിണത ഫലമാണ് ലോകത്തിന് വലിയ അനുഗ്രഹം ഉണ്ടാക്കിയത്. അപ്പൊ അറിയില്ല എന്നുള്ളതുണ്ടല്ലോ, എനിക്കറിയില്ല എന്നുള്ള അവസ്ഥ. എനിക്ക് അറിയില്ല, എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ അറിഞ്ഞോളാം എന്നുള്ള മട്ടല്ല. വിവേകാനന്ദ സ്വാമിയുടെ ഉള്ളിൽ നരേന്ദ്രനാഥ് ദത്തയായിട്ട് ഇരിക്കുമ്പോൾ അറിയില്ല എന്നുള്ളത് തീ പോലെ വന്നു. എന്താ അറിയില്ല? ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ അറിയില്ല. ഈശ്വരൻ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ഇപ്പൊ എനിക്ക് എന്താ ഇപ്പൊ വേണം? ഉണ്ണണോ ഉറങ്ങണം, ഇപ്പൊ ഈശ്വരൻ ഉണ്ടായിരുന്നിട്ട് ഇപ്പൊ എന്താ പ്രയോജനം എന്നുള്ള മട്ടാണെങ്കിലോ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. നരേന്ദ്രനാഥ് ദത്ത ഈശ്വരനുണ്ടോ എന്ന ആ ചെറിയ 17 വയസ്സുള്ള കുട്ടി തലയ്ക്ക് തീ പിടിച്ച പോലെ ഓടി നടന്നു അന്വേഷിച്ചുകൊണ്ട്. ഈശ്വരനെ കണ്ടെത്താൻ പറ്റുമോ? മഹർഷി ദേവേന്ദ്രനാഥ് ടാഗോർ, രവീന്ദ്രനാഥ് ടാഗോറിന്റെ അച്ഛൻ,
ഗംഗയുടെ ഉള്ളിൽ ബോട്ട് നിർത്തിയിട്ട് ആരും തന്നെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനായിട്ട് ഒരു കുടില് ബോട്ടിൽ കെട്ടിയിട്ട് ആ ബോട്ടിൽ ഇരുന്ന് ധ്യാനിക്കുകയായിരുന്നു. അപ്പൊ ആരോ പറഞ്ഞു അദ്ദേഹത്തിനോട് ചെന്ന് ചോദിക്കുമെന്ന്. നരേന്ദ്രനാഥൻ ഗംഗയിൽ ചാടി നീന്തിപ്പോയി ബോട്ടിൽ കയറി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആളെ തട്ടി വിളിച്ചു. നോക്കണം എത്ര ഉത്കടമാണ്. തട്ടി വിളിച്ചിട്ട് ചോദിച്ചു, അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാ തുടങ്ങി അദ്ദേഹം. കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാ തനിക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. തൻ്റെ കണ്ണ് യോഗിയുടെ കണ്ണ് പോലെയുണ്ട്. അതിലൊന്നും അദ്ദേഹം വേണില്ല. ഇതൊക്കെ ഒരു ടെക്നിക്കാണ്. നമ്മൾ ആദ്യവും ആരെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കുകയാണെങ്കിലേ നമുക്ക് ഉത്തരവ് അറിയില്ലെങ്കിൽ എന്ത് വേണം അറിയോ? ചോദിക്കുന്ന ആളെ നല്ലവണ്ണം ഒന്ന് പുകഴ്ത്തണം. നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ എന്തൊരു തേജസ്. അയാൾ കയറി ഇറങ്ങുമ്പോഴേക്കും നമുക്ക് പോവാം. ഉത്തരം അറിയില്ലെങ്കിൽ ചോദ്യം ചോദിച്ച ആളെ ഒന്ന് പുകഴ്ത്തണം. ഇങ്ങനെ ഒരു ചോദ്യം ആരുമേ ചോദിച്ചിട്ടില്ല. ആദ്യത്തെ വാക്കാതാണ്. അപ്പൊ ഉള്ളു കുളിർന്ന് അയാൾ ചോദിച്ചതേ മറന്നുപോകും. നരേന്ദ്രനാഥൻ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചതും ദേവേന്ദ്രനാഥ് ടാഗോർ കുറച്ചു നേരം തത്രാപുത്ര കളിച്ചു. കണ്ണ് യോഗിയുടെ പോലെ ഉണ്ട്, തനിക്ക് വേണമെങ്കിൽ കാണാൻ കഴിയും, അടുത്തിരിക്കൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം തൃപ്തിയായില്ല. അരി എത്ര ചോദിച്ചാൽ പൈറ ഞാഴി എന്ന് പറയണ കൂട്ടരെ. ഈ ചോദിച്ച ചോദ്യം വേറെ, കിട്ടിയ ഉത്തരം വേറെ. ഈ ഉത്കണ്ഠയോടുകൂടെ സത്യം കണ്ടെത്താനുള്ള ജിജ്ഞാസയോടുകൂടിയാണ് രാമകൃഷ്ണ പരമഹംസരുടെ മുമ്പിൽ ചെന്ന് ഈശ്വരനെ അങ്ങ് കണ്ടിട്ടുണ്ടോ? അതിന് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞ ഉത്തരം വിവേകാനന്ദ സ്വാമി പിന്നീട് പറയുന്നു, ആ വാണി ഞാൻ എവിടെയോ കേട്ട വാണിയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞെ, ഞാൻ അറിയും. തന്നെ ഞാൻ എങ്ങനെ കാണുന്നു അതിനേക്കാളും അടുത്ത് എന്നിൽ ഞാനായി സ്വരൂപമായി അതിനെ ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല തനിക്ക് വേണമെങ്കിൽ കാണിച്ചു തരാനും പറ്റും. ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് അല്ല, തനിക്ക് വേണമെങ്കിൽ കാണിച്ചു തരാനും പറ്റും, തയ്യാറാണെങ്കിൽ. വിവേകാനന്ദ സ്വാമി പിന്നീട് ഇത് പറയുന്നു, വേദാഹം ഏതം പുരുഷം മഹാന്തം ആദിത്യവർണം തമസസ്തുപാരേ എന്ന് ഉപനിഷദ് ഋഷി, വേദകാലത്തിലുള്ള ഋഷി ഏതൊരു വാക്കുച്ചരിച്ചു, അഹം പുരുഷം വേദ, ആ പരമപുരുഷനെ ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞില്ലേ, അതേ ബലത്തോടുകൂടിയാണ് രാമകൃഷ്ണദേവൻ ഞാൻ കണ്ടിട്ടുണ്ടോ കുട്ടി എന്ന് പറഞ്ഞതെന്നാണ്. പോട്ടെ, അപ്പൊ അതിന് പുറകിൽ എന്താ കാരണം? എവിടുന്ന് നരേന്ദ്രനാഥിന് ഇത് കിട്ടി? ഉള്ളിൽ തീ പോലെ തനിക്ക് അറിയില്ല എന്നുള്ളത് വന്നു. അല്ലാതെ അറിയില്ല എന്നുള്ളത് വെറും ഒരു തോട്ടല്ല, വിശപ്പ് പോലെ. ഇറ്റ് ഈസ് ആൻ അർജ്. അപ്പൊ എന്താ? അറിയില്ല എന്നുണ്ടെങ്കിൽ എന്താവും? വിശക്കണമെങ്കിൽ എന്ത് ചെയ്യും? വിശപ്പിനെ കുറിച്ച് പാട്ട് പാടിക്കൊണ്ടിരിക്കും. വിശക്കുമ്പോ വിശപ്പിനെ കുറിച്ച് പോയിട്രി എഴുതുവോ? ഇല്ല. വിശക്കുമ്പോ വിശപ്പിനെ കുറിച്ച് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ കവിത നിങ്ങൾക്ക് തരുന്നു. ഞാൻ വായിച്ചോണ്ടിരിക്കും. എനിക്ക് വിശക്കണു, വിശപ്പിനെ കുറിച്ച് മഹാകവികൾ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ലേഖനം വായിക്കണമെന്ന് വെച്ചാൽ എന്താ അർത്ഥം? വിശന്നിട്ടില്ല എന്നർത്ഥം അല്ലേ? വിശക്കണ സമയത്ത് ഇതൊന്നും പ്രയോജനപ്പെടില്ല, ഊണ് തന്നെ വേണം. അതുപോലെ ഉള്ളിൽ യഥാർത്ഥത്തിൽ വിഷമസ്ഥിതി ഉണ്ടെങ്കിൽ you have reached the zenith of suffering. അപ്പോ ശാന്തിക്ക് വേണ്ടി, യോഗാവസ്ഥയ്ക്ക് വേണ്ടി, ഈശ്വരന് വേണ്ടി, ആ ദർശനത്തിന് വേണ്ടി കിടന്നു പടയും. അത് കണ്ടെത്തിന് വരെ നിൽക്കില്ല. ടെക്നിക്കൊന്നും ചോദിക്കില്ല. ടെക്നിക്കൊന്നും ചോദിക്കണവർ തയ്യാറായിട്ടില്ല എന്നർത്ഥം. ഒരു ടെക്നിക്കും ചോദിക്കില്ല, പെടയും. പെടഞ്ഞാൽ ആ പെടച്ചലിൽ നിന്നും നമ്മൾ നീന്താൻ പഠിക്കും. വെള്ളത്തിലെടുത്തിട്ടാ നീന്താൻ പഠിക്കണ പോലെ ആ പെടച്ചലിൽ നിന്ന് നീന്താൻ പഠിക്കും. സത്യത്തിനെ കണ്ടെത്താനുള്ള വഴി നമ്മൾ കണ്ടെത്തും. ഇവിടെ ഇപ്പൊ അർജുനന്റെ ഉള്ളിൽ പെടച്ചൽ തുടങ്ങി. പെടച്ചൽ തുടങ്ങിയതോടുകൂടെ ഭഗവാനോട് പറയണു, ഭഗവാനെ കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാ യത് ശ്രേയസ്യാൻ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. വളരെ പ്രധാനമായ ശ്ലോകം. ശിഷ്യസ്തേഹം. അർജുനൻ സഖാവ് എന്നുള്ള അവസ്ഥയിൽ നിന്നും ഒരു പടി കയറി.
ശിഷ്യസ്തേഹം. ആ വിനയം അത്ര പെട്ടെന്നൊന്നും വരില്ല അല്ലേ? ആരുടെ മുമ്പിൽ വേണമെങ്കിൽ താഴാം, പക്ഷേ സുഹൃത്തിന്റെ മുമ്പിൽ നമസ്കരിക്കുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ വരില്ല. ഭഗവാൻ സുഹൃത്താണ്. പക്ഷേ സുഹൃത്ത് എന്നുള്ള ഭാവമേ അർജുനന് ഇത്ര കാലം ഉണ്ടായിരുന്നിട്ടുള്ളൂ. ഇപ്പോ ഭഗവാനെ അല്പം ഒന്ന് കണ്ടു അർജുനൻ. കണ്ടപ്പോ ശിഷ്യസ്തേഹം. ഭഗവാൻ ബ്രഹ്മവിദ്യ ഉപദേശിച്ചിട്ടല്ല അർജുനൻ ശിഷ്യനായത്. കണ്ടപ്പോ തന്നെ മനസ്സിലായി അല്ലേ? നാരായണ ഗുരു ഒരിക്കലും എവിടെയോ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്തൊരാൾ ഇരിക്കണ്ടായിരുന്നു അത്രേ. അപ്പൊ അദ്ദേഹം നാരായണ ഗുരുവിനോട് ചോദിച്ചു, എന്താ ജാതി എന്ന് ചോദിച്ചു അത്രേ. അപ്പൊ നാരായണ ഗുരു തിരിച്ചു ചോദിച്ചു അത്രേ, കണ്ടിട്ട് എന്ത് തോന്നണു ചോദിച്ചു. അല്ല, കണ്ടിട്ട് മനസ്സിലായില്ല, അതുകൊണ്ടാ ചോദിച്ചത്. കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും? കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞെങ്ങനെ മനസ്സിലാവും? അപ്പൊ കണ്ടിട്ട് മനസ്സിലാവും അല്ലേ? ഇപ്പൊ ഭഗവാനെ കണ്ടു അർജുനൻ, മനസ്സിലാക്കി, എവിടെയോ എന്തോ മനസ്സിലാക്കി. മനസ്സിലായപ്പോ ശിഷ്യസ്തേഹം അഹം തേ ശിഷ്യ, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് എന്ന് പറഞ്ഞു. തൻ്റെ കുറവുകളും തനിക്ക് മനസ്സിലായി. കാർപ്പണ്യദോഷ ഉപഹത സ്വഭാവ, വളരെ പ്രധാന ശ്ലോകം. വേദാന്ത ശ്രവണത്തിന് ആത്മവിദ്യ കേൾക്കാൻ പക്വമാവണമെങ്കിൽ എന്ത് ലക്ഷണം വേണമോ ആ ലക്ഷണം ഈ ശ്ലോകത്തിൽ പറയണം. അധികാരി ലക്ഷണം. അധികാരി ആയാലേ ബ്രഹ്മവിദ്യ പ്രകാശിക്കുള്ളൂ. അധികാരിണമാശാസ്തേ ഫലസിദ്ധിർ വിശേഷത ഉപായാഹ ദേശകാലാധ്യാ സന്ത്യസ്മിൻ സഹകാരിണ. അധികാരിക്ക് ബ്രഹ്മവിദ്യ പ്രകാശിക്കും. അല്ലാതെ ഏത് സ്ഥലത്തിൽ ജനിച്ച ആള്, ഏത് കാലത്തിൽ ജനിച്ച ആള്, അതൊക്കെ സെക്കൻഡറിയാണ്. പ്രധാനമായത് ഈ ജീവൻ പക്വമായോ, റെഡിയായോ അത് സ്വീകരിക്കാൻ, എങ്കിൽ സത്യം തെളിഞ്ഞു കിട്ടും. നാളെ നമ്മളത് കാണാം.